ഇനി ആരെങ്കിലും join ചെയ്യാൻ. ഗുഡ് ഈവനിങ്. മാറ്റിനി വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് തീർച്ചയായിട്ടും എപ്പോഴും മാത്സ് എന്ന് കേൾക്കുമ്പോൾ ചിലപ്പോൾ ചിലർക്കെങ്കിലും ഒരു പേടി തോന്നാം, അല്ലെങ്കിൽ പേടി തോന്നിയ സമയങ്ങളുണ്ടാകും. അപ്പൊ മാത്സിനെ പേടിക്കാതെ നമ്മളുടെ കീഴിൽ നിർത്താൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പഠനമാണ് പ്രദീപ് സാറിലൂടെ നമ്മൾ കേൾക്കുന്നത്. കഴിഞ്ഞ സാറ്റർഡേയും ക്ലാസ് ഉണ്ടായിരുന്നു. അതിന് രണ്ടാമത്തെ ഭാഗമാണ്. കണക്കിനെ പേടിക്കേണ്ട, കണക്ക് വളരെ ഈസിയായി നമുക്ക് ഇഷ്ടമുള്ള ഒരു സബ്ജക്റ്റാക്കി മാറ്റാൻ പ്രദീപ് സാറിന്റെ ഒരു ഗ്യാരണ്ടിയാണ് ഈ ക്ലാസ്സിലൂടെ നമുക്ക് തരുന്നത്. സോ നിങ്ങൾ എല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുന്നു. അതോടൊപ്പം പ്രദീപ് കുമാർ സാറിനെയും. പ്രദീപ് കുമാർ സാർ, യു ആർ വെൽക്കം. ഒരു ഇൻട്രൊഡക്ഷനോട് കൂടി സ്റ്റാർട്ട് ചെയ്യും. താങ്ക് യു സർ. ഗുഡ് ഈവനിങ് ടു ആൾ. മാത്തമാറ്റിക്സ് ആണ് എൻ്റെ വിഷയം. സബു സാർ പറഞ്ഞ പോലെ പലർക്കും അത് കേൾക്കുമ്പോഴേ അലർജിയാണ്. എനിക്ക് എൻ്റെ ഒരു സർപ്രൈസ് എന്ന് പറഞ്ഞാൽ സാധാരണ എന്നെ ഒരു രണ്ടാമത്തെ ക്ലാസ് ആരും വിളിക്കാറില്ല. ക്ലാസ് എത്ര ഇഷ്ടപ്പെട്ടാലും മാത്തമാറ്റിക്സിനോട് താല്പര്യം ഉണ്ടാവില്ല, അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് അത്ര വേണ്ടപ്പെട്ടതാണെന്ന് പലർക്കും തോന്നാറില്ല. അത്യാവശ്യമുള്ളവർ പോലും ക്ലാസ്സുകൾ കഴിയുന്നത് ഒഴിവാക്കും. കാരണം അവരുടെ ആ ഒഴിവാക്കുന്ന സ്വഭാവമായിരിക്കാം ചിലപ്പം ഈ മാത്സിനോടുള്ള ഇഷ്ടക്കേടിന്റെ പല കാരണങ്ങളിലും ഒന്ന്. അപ്പോൾ രണ്ടാമത്തെ ക്ലാസ്സിന് വിളിച്ചതിന് എന്തായാലും നന്ദിയുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു പുരോഗതി ഉണ്ടെന്ന് എനിക്കും ചിന്തിക്കാലോ. കാരണം എൻ്റെ അനുഭവം അങ്ങനെയാണ്. സ്കൂളുകളിലൊക്കെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഒരു ക്ലാസ് ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാണ്. എന്നെ വീണ്ടും ചോദിക്കും, വീണ്ടും എപ്പോഴാ സാറ് വരുന്നതെന്ന് ചോദിക്കും. പക്ഷെ കണക്കിന്റെ അധ്യാപകര് അവരുടെ സ്ഥാനം നഷ്ടപ്പെട്ടു എന്നുള്ള പേടിയോ അല്ലെ അവരുടെ സ്വാതന്ത്ര്യം പോകുന്നു, അവരോട് തിരിച്ചു ചോദിക്കുമ്പോൾ അവർക്ക് മറുപടിയും പറയാൻ പറ്റാത്ത അവസ്ഥ, അങ്ങനെ പല പല കാരണങ്ങളുണ്ടാവും. സാറിന് എന്നെ തിരിച്ചു വിളിക്കാറില്ല, സത്യമാണത്. അത് കാരണം അവരുടെ അവരുടെ ചിലപ്പോൾ ഈഗോ, കാരണം ഞാനൊരു മാത്സ് അധ്യാപകനാണെന്നുള്ളത് കൊണ്ട് തന്നെ അറിയാം. അപ്പോൾ ഞാനത് അവരെ കുറ്റം പറയുന്നതല്ല, പൊതുവെ അങ്ങനെയാണ്. എന്നാൽ വളരെ സിൻസിയറായിട്ട് കാണുന്ന പ്രിൻസിപ്പൾസും നമുക്കുണ്ട്. തിരിച്ചും എല്ലാ വർഷങ്ങളിലും കൃത്യമായിട്ട് അവരുടെ കുട്ടികൾ പുരോഗമിക്കണം എന്നുള്ള ചിന്തയോടുകൂടി ചെയ്യുന്ന അധ്യാപകരും നമ്മുടെ ഇടയിൽ ഇഷ്ടം പോലെ ഉണ്ട്. എന്തായാലും മാത്തമാറ്റിക്സിനെ പറ്റി പറയുമ്പോൾ എനിക്ക് ഒരു പാഷനായിരുന്നു കുട്ടിക്കാലം മുതലേ മാത്തമാറ്റിക്സ്. അപ്പോൾ അതിന് എവിടെ ചെന്ന് കഴിഞ്ഞാലും എനിക്ക് എന്തെങ്കിലും മാത്തമാറ്റിക്സിന്റെ കൂടെ ചെയ്യാനുണ്ടോ എന്നുള്ള ചിന്തയിലായിരുന്നു ഞാൻ പലപ്പോഴും. ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ ഹിന്ദു ന്യൂസ് പേപ്പർ ഞാൻ എൻ്റെ നാട്ടിലായിരുന്നപ്പോഴും എനിക്ക് ഈവൻ റിട്ടയർ ചെയ്തതിന് ശേഷം പോലും ആ സമയത്തിനൊന്നും കിട്ടില്ല. എന്നാൽ ഏതെങ്കിലും ഒരു ദിവസം ഞാൻ പുറത്തു പോവുകയാണെങ്കിൽ അന്ന് ഞാൻ ഹിന്ദു പേപ്പർ വാങ്ങിച്ചിട്ട് വരും. ആ ഹിന്ദുവിൽ എനിക്ക് വേണ്ടത് എന്തെങ്കിലും ഉണ്ടാവും, പ്രത്യേകിച്ച് മാത്സുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള എന്തെങ്കിലും ഒന്നും എനിക്ക് അത് കിട്ടാതിരിക്കില്ല. അപ്പൊ അങ്ങനെ എന്നാൽ ഞാൻ റെഗുലർ ആയിട്ട് ഹിന്ദു വാങ്ങിക്കില്ല, കാരണം കുറച്ച് ദൂരെ പോകണം, നമ്മളെ വില്ലേജിലൊന്നും കിട്ടില്ല. പക്ഷെ പുറത്തു പോയിട്ട് അന്ന് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും അവിടെ ഉണ്ട്. അങ്ങനെ പലതും തേടി പിടിക്കാനും പലതിലും എനിക്ക് അങ്ങനെയുള്ള അവസരങ്ങൾ, അതായത് അവസരങ്ങൾ നമ്മളെ തേടി വരുമെന്ന് പറഞ്ഞ പോലെ ഇഷ്ടംപോലെ അവസരങ്ങൾ തേടി വന്നു. പക്ഷെ അത് ഉപയോഗിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ നമുക്കത് വേണ്ടപ്പെട്ടതാണ് എന്നുള്ള തോന്നൽ കൊണ്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണ് ഞാനിപ്പോ ഈ മേഖലയിൽ ഡെവലപ്പ് ചെയ്യാനുള്ള പല കാരണങ്ങളും. ഇപ്പൊ എന്നോട് ഞാൻ എന്താ പറയുക, ബ്രെയിൻ ഗെയിംസിന്റെ ഒരു ബുക്ക് എഴുതിയിട്ടുണ്ടെന്ന് പറയും. ആ ബുക്ക് എഴുതാൻ എന്നോട് ആവശ്യപ്പെട്ടത് ഒരു സ്കൂൾ പ്രിൻസിപ്പളാണ്. അപ്പൊ ഞാൻ അവിടെ ക്ലാസ് എടുത്തു കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പ്രിൻസിപ്പൾ പറഞ്ഞു, വൈ ഡോണ്ട് യു റൈറ്റ് എ ബുക്ക്. ഈ സബ്ജക്റ്റിൽ ആർക്കും യാതൊരു തരത്തിലുള്ള ഗൈഡൻസും ഇല്ല, നിങ്ങളൊരു പുസ്തകം തയ്യാറായിക്കൂടെ. അങ്ങനെയാണ് ആ ഒരു വേർഡിന്റെ പേരിലാണ് ഞാൻ ആ ബുക്ക് തയ്യാറാക്കിയത്. അതിന്റെ പേരിൽ കോമ്പറ്റീഷൻസ് വരെ, ഓൾ കേരള കോമ്പറ്റീഷൻസ് വരെ നടത്തിയത് ആ ഒരു ചെറിയൊരു പ്രചോദനമാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന അവസരങ്ങളെ ഉപയോഗിക്കാനുള്ള ശ്രമം എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ നമ്മൾക്ക് പലർക്കും പ്രയോജനപ്പെടണം എന്നുള്ള ചിന്തയാണ് എന്നെ ആ അവസരങ്ങളിലേക്കൊക്കെ നയിച്ചിട്ടുള്ളത്. ആർക്കെങ്കിലും നമ്മളെ ഈ വേല കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ ഈ ചെയ്യുന്നത് കൊണ്ട് ആർക്കെങ്കിലും പ്രയോജനങ്ങൾ കിട്ടണം എന്നുള്ള ചിന്തയാണ്. അപ്പോൾ ഞാൻ മാത്തമാറ്റിക്സിന്റെ ഇതിലേക്കാണ് തിരിച്ചു വരാം. നമ്മുടെ ഭാരതത്തിൻ്റെതായ ഒരു ഗണിതശാസ്ത്രമുണ്ട്. ഇപ്പോ നമ്മള് ഇന്ത്യയുടെ ഗണിതശാസ്ത്രത്തിൽ പറഞ്ഞു കഴിഞ്ഞാല് കേരളത്തിന്റെ സംഭാവന ഒഴിവാക്കാൻ കഴിയില്ല എന്ന് പറയാം. കേരളം ഒരുപാട് സംഭാവന, ഇന്നത്തെ കേരളമല്ല, പഴയ കേരളമാണ്. നമ്മുടെ മലയാളികളായ നിരവധി ഗണിത ശാസ്ത്രജ്ഞന്മാരുണ്ടായിരുന്നു. മൺമറഞ്ഞു പോയവർ പലരുടെയും പേര് അതിൽ പ്രമുഖരാണ്. അതില് നമ്മളെ ഗണിതശാസ്ത്രത്തിൽ അറിയപ്പെടുന്ന ആര്യഭടൻ പോലും മലയാളിയാണ് അല്ലെങ്കിൽ കേരളീയനാണ് എന്നുള്ള സംവാദങ്ങൾ വരെയുണ്ട്. അതിന് തെളിയിക്കപ്പെട്ടിട്ടില്ല എങ്കിലും കേരളത്തിന്റെ സംഭാവനയാണ് ആര്യഭടൻ എന്ന് പല തരത്തിലും അതിന്റെ സംവാദങ്ങൾ വരെയുണ്ട്.
അപ്പം കേരളത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ കേരളത്തിന്റെ അല്ലെങ്കിൽ മലയാളികളുടെ കണക്കിന്റെ സംഭാവന ഒഴിവാക്കാൻ കഴിയില്ല. അപ്പൊ ഇന്ത്യയുടെ സംഭാവന ലോകത്തിലെ ഏറ്റവും മികച്ച സംഭാവന ഇന്ത്യയുടേതാണ്. അപ്പൊ അത് അങ്ങനെ പുറകോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് സംഭാവനകൾ ഗണിതശാസ്ത്രത്തിന് കൊടുത്തിട്ടുണ്ട്, യാതൊരു സംശയങ്ങളുമില്ല. അപ്പൊ അതിനെപ്പറ്റി പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ തന്നെ സംഭാവനയാണ് ഈ വേദഗണിതം എന്ന് പറയുന്നത്. ഒരുപാട്, കാരണം നമ്മള് ആര്യഭടനെ പോലെ തന്നെ ലീലാതിലകം രചിച്ച, എന്താ പറയാ, ആ പേര് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല, അങ്ങനെ ഭാസ്കരാചാര്യ, അങ്ങനെയുള്ള അവരുടെ വരെ സംഭാവനകൾ ഇതിന്, പിന്നെ സ്വന്തം മകൾക്ക് വേണ്ടിയിട്ട്, അവൾക്ക് കണക്ക് എളുപ്പമാകാൻ വേണ്ടിയിട്ട് പാട്ടിന്റെ രൂപത്തിൽ ഗണിതത്തിനെ കൊണ്ടുവന്നിട്ടുള്ള ചരിത്രവും നമുക്കുണ്ട്. അപ്പൊ ഇതിലെല്ലാം നമ്മള് പണ്ടുള്ളവര്, അവർക്ക് ഈ പ്രിന്റിങ്ങും പേപ്പറും പെൻസിലും ഒന്നും ഇല്ലാത്ത അവസ്ഥയിൽ എങ്ങനെ കണക്ക് ചെയ്യും, അല്ലെ എങ്ങനെ കണക്ക് ചെയ്തിട്ടുണ്ടാവാം എന്നുള്ള റിസർച്ചാണ് വേദിക് മാത്സിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നത്. കാരണം വേദങ്ങൾ ഒരു പിന്നെ താളിയോലയില് ഒരു നാരായം കൊണ്ട് അല്ലെങ്കിൽ ആ ഇതുകൊണ്ട്, എന്താ പറയാ, എഴുത്താണി കൊണ്ട് എഴുതിയിട്ട് പിടിപ്പിച്ചിട്ടുള്ള താളിയോലകളില് അത് എഴുതി ഉണ്ടാക്കാനുള്ള വിഷമതകൾ നമുക്ക് നല്ലപോലെ അറിയാം. ഇന്നത്തെ പോലെ പേപ്പർ വലിച്ചു കീറുന്ന പോലെ അന്ന് താളിയോലകൾ വളരെ അപൂർവമായിട്ട് സൃഷ്ടിക്കാൻ പോലും എന്താ പറയാ, കഴിഞ്ഞിരുന്നുള്ളൂ. അപ്പൊ ആ അവസ്ഥയില് പുരിയിലുള്ള ഭാരതി കൃഷ്ണ തീർത്ഥ എന്നുള്ള ഒരു പണ്ഡിതൻ, എന്താ പറയാ, സ്വാമിജിയാണ്. അദ്ദേഹം ഗണിതശാസ്ത്രജ്ഞനുമായിരുന്നു, ഇതിന്റെ എന്താ പറയാ, സംസ്കൃത പണ്ഡിതനുമായിരുന്നു. അദ്ദേഹം ചികഞ്ഞതാണ്, അദ്ദേഹം പിന്നെ ആഴത്തിൽ ചിന്തിച്ചിട്ട് വേദങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞെടുത്തതാണ് വേദിക് മാത്തമാറ്റിക്സിന്റെ സൂത്രങ്ങൾ. 16 സൂക്തങ്ങളാണ്, അഫോറിസംസ് ആണ് വേദിക് മാത്തമാറ്റിക്സിലുള്ളത്. ഈ 16 സൂക്തങ്ങളിലൂടെ ലോകത്തുള്ള എല്ലാ കണക്കുകളും അദ്ദേഹം ചെയ്യാനുള്ള രീതികൾ കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആ 25 വർഷത്തോളം തപസ്സിരുന്നിട്ട് അദ്ദേഹം ചിന്തിച്ച വഴി ഇതാണ്. എങ്ങനെ അവർക്ക് മനസ്സിൽ കണക്ക് കൂട്ടാൻ കഴിഞ്ഞു? ഭൂമിയുടെ വ്യാസവും ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്കുള്ള ദൂരവും സൂര്യനിലേക്കുള്ള ദൂരവും 5000 വർഷങ്ങൾക്ക് മുമ്പ് അവർ കണ്ടെത്തിയിട്ടുണ്ട്. അന്ന് യാതൊരു ടെക്നോളജിയും ഇല്ലായിരുന്നു. പക്ഷെ എന്നിട്ടും അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞു. അത് എങ്ങനെ ആയിരിക്കാം എന്ന് ചിന്തിച്ചിട്ടാണ് അദ്ദേഹം റിസർച്ച് ചെയ്തിട്ടാണ് ഈ വേദിക് മാത്തമാറ്റിക്സ് എന്നുള്ള പുസ്തകം കണ്ടെത്തിയത്. അപ്പൊ അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ സൂക്തങ്ങളാണ് വളരെ വേഗത്തിൽ കണക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ അതിലുള്ള 1-2 സൂക്തങ്ങൾ മാത്രമേ ഇപ്പൊ ഞാൻ ഉപയോഗിക്കുന്നതന്നെ ഉള്ളൂ. അത് തന്നെ ധാരാളമാണ്. വളരെ വേഗത്തിൽ വളരെ നിഷ്പ്രയാസം കണക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സൂക്തങ്ങളെ കൊണ്ട് കഴിയും. അപ്പൊ അതിലുള്ള 1-2 സൂക്തങ്ങൾ ഞാൻ ഇന്ന് പരിചയപ്പെടുത്താം നിങ്ങൾക്ക്. എനിക്കൊരു സ്ക്രീൻ ഷെയറിംഗ് ഇല്ല സാറേ. ഉണ്ടല്ലോ സർ. ഉണ്ട്, ഓക്കെ. കണക്ട് ആകുന്നില്ലേ? പ്രശ്നമുണ്ടോ? ഒരു നിമിഷം. എന്തോ ഒരു ചെറിയ ടെക്നിക്കൽ ഇഷ്യൂസ്. പ്രദീപ് സാർ ബേസിക്കലി ഒരു BSc ഫിസിക്സുകാരനാണ്. അതിനുശേഷം ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് പാസ്സായി. അതോടുകൂടി MA മാത്സ്, MA ഇംഗ്ലീഷ്, MA സൈക്കോളജി ഇങ്ങനെയുള്ള വിഷയങ്ങളിലും PG കരസ്ഥമാക്കി. 20 വർഷം ഇന്ത്യൻ എയർഫോഴ്സിലായിരുന്നു ജോലി. അതിനുശേഷം റിട്ടയർമെന്റിന് ശേഷം 24 വർഷം ടീച്ചേഴ്സ് എഡ്യൂക്കേഷന്റെ പാർട്ടായിട്ട് ഈ വേദിക് മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ റിയലിസ്റ്റിക് മാത്സ്, ബാക്കസ് ഇങ്ങനെയുള്ള സിസ്റ്റത്തിലൂടെ മുന്നോട്ട് പോവുകയാണ്. കോവിഡ് കാലത്തെല്ലാം ഇതുപോലത്തെ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുന്നു. ഇപ്പോഴും സാറിന്റെ
ശിഷ്യരായിട്ട് അനേകം ടീച്ചേഴ്സ് ഈ ക്ലാസ്സുകളിലൂടെ പോകുന്നുണ്ട്. പ്രദീപ് സാർ ഓക്കെ? ഓക്കെ ഓക്കെ. എനിക്കത് ഷെയറിങ് കിട്ടിയില്ല, അതുകൊണ്ടാണ് സമയം എടുത്തത്. എന്റെ സ്ക്രീൻ കാണുന്നുണ്ടോ? കാണാം കാണാം. അപ്പോൾ ഈസി മാത്തമാറ്റിക്സിനെ എങ്ങനെ ഈസി ആക്കി മാറ്റാം. അപ്പൊ ഞാൻ ഇന്നലെ ചെയ്ത ക്ലാസ്സിൽ ഇതിന്റെ മാത്സിന്റെ ഫിയർ മാറ്റാൻ കഴിയുക, കണക്കിനെ എങ്ങനെ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുക എന്നുള്ള കാഴ്ചപ്പാടോടുകൂടിയാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ഞാൻ ആദ്യം ചെയ്തത് ഇങ്ങനെയുള്ള ഒരു ഗുണനമായിരുന്നു, 98 into 97. അപ്പൊ ഇന്ന് പുതുതായിട്ട് വന്നവർക്ക് ഇതിന്റെ ഇതൊന്നും വേണേൽ ചെയ്ത് നോക്കാം. നമ്മളന്ന് ടൈമൊക്കെ സെറ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ഞാൻ ടൈം സെറ്റ് ചെയ്യുന്നില്ല. പക്ഷെ നമുക്ക് ഈ ഗുണനത്തിന്റെ പ്രത്യേകത, അതായത് 98 ഗുണിക്കണം 97, 98 into 97 എന്നുള്ള നമ്പറിൽ 9-ന്റെയും 8-ന്റെയും 7-ന്റെയും മൾട്ടിപ്ലിക്കേഷൻ ടേബിള് ഉപയോഗിച്ചിട്ട് വേണം നമുക്ക് ചെയ്യാൻ. അതായത് 7 into 8, 7 into 9, 9 into 8, 9 into 9, 4 മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ യൂസ് ചെയ്തിട്ട് അത് എഴുതിയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്ന രീതിയാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിനെ ലഘൂകരിക്കാൻ കഴിയാം, അല്ലെങ്കിൽ ഈ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിനെ എങ്ങനെ ലഘൂകരിക്കാൻ കഴിയുമെന്നുള്ള വിശദീകരണമാണ്, അല്ലെങ്കിൽ അതിന്റെ രീതികളാണ് നമ്മൾ വേദിക് മാത്തമാറ്റിക്സിൽ അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് മാത്തമാറ്റിക്സ്, വ്യത്യസ്തമായ ഗണിതങ്ങളിലൂടെ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ആദ്യം ഞാൻ ഗണിതം അല്ലെങ്കിൽ നമ്മളെ ഗുണന പട്ടികയെ നമുക്കൊന്ന് പരിശോധിക്കാം. ഗുണന പട്ടിക എങ്ങനെ ലളിതമാക്കാൻ കഴിയും. ഗുണന നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നതെങ്കിൽ ആ ഗുണന പട്ടികയുടെ ലഘൂകരണം അല്ലെങ്കിൽ ഗുണന പട്ടിക ഒന്ന് എളുപ്പത്തിൽ ചെയ്യാൻ വഴിയോ നോക്കാം. 9 ഗുണിക്കണം 8, 9 ഗുണിക്കണം 8നെ ഗുണന പട്ടിക ഇല്ലാതെ നമുക്ക് ചെയ്യാനുള്ള വഴികളൊന്നും ഇല്ല. ഒന്നുകിൽ നമ്മൾ ഗുണനം പഠിക്കുന്നത് തന്നെ റിപ്പീറ്റഡ് അഡീഷൻ എന്നാണ്. അതായത് ആവർത്തന പിന്നെന്താ പറയാ ആവർത്തിച്ച് കൂട്ടുന്നതിലാണ് നമുക്ക് ഗുണനം ചെയ്യുന്നത്. അത് തന്നെയാണ്. അപ്പൊ 9 times 8, 9 പ്രാവശ്യം 8നെ കൂട്ടുന്നു, അല്ലെ 8നെ 9 പ്രാവശ്യം കൂട്ടുന്നു, അല്ലെ 9നെ 8 പ്രാവശ്യം കൂട്ടുന്നു, നമുക്ക് ഉത്തരം കിട്ടുന്നു. ഇതല്ലാതെ ഉള്ള വഴിയാണ് ഇപ്പോ ഞാൻ വിശദീകരിക്കാൻ പോകുന്നത്. അപ്പൊ ഇതെല്ലാം നമുക്ക് എന്തുകൊണ്ട് 10ലേക്ക് ചെയ്യാൻ കഴിയില്ല. 10ന്റെ ഗുണനം വളരെ എളുപ്പമാണ്. 10നെ കൂട്ടാനും 10നെ കുറയ്ക്കാനും 10ന്റെ ഗുണന പട്ടിക വളരെ എളുപ്പമാണ്. അപ്പൊ 10ലേക്കുള്ള ഒരു കൺവേർഷൻ, 10നെ നമ്മളെ ബേസ് എന്ന് പറയുന്നു, ആ ബേസിലേക്ക് കൺവേർട്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ മാറ്റിക്കൊണ്ട് 10ലേക്കുള്ള ദൂരം കണ്ടെത്തുക. അപ്പൊ 9ൽ നിന്ന് 9ന്റെ കൂടെ എത്ര കൂട്ടിക്കഴിഞ്ഞാൽ 10ലേക്ക് എത്താൻ കഴിയും? വളരെ സിമ്പിൾ ആണ്. 9ന്റെ കൂടെ 1 കൂട്ടേണ്ടത്. അത് വളരെ വേഗത്തിൽ തന്നെ നമുക്ക് കണ്ടെത്താനും കുട്ടികൾക്ക് വളരെ വേഗത്തിൽ കണ്ടെത്താൻ കഴിയുന്നതാണ്. 9 ഗുണിക്കണം 9ന്റെ കൂടെ 1 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 10 കിട്ടും. അല്ലെങ്കിൽ 10ൽ നിന്ന് 1 കുറച്ചിട്ട് നമുക്ക് 1 കുറയ്ക്കുമെന്ന് പറയാൻ 2 റീസൺസ് ഉണ്ട്. ഇപ്പൊ 8 എടുക്കുകയാണെങ്കിൽ 8ന്റെ കൂടെ 2, അപ്പോൾ ഈ സംഖ്യകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ഗുണനം ചെയ്യാൻ വേണം. 9ന് പകരം നമ്മൾ 1നെ ഉപയോഗിക്കുന്നു, 8ന് പകരം നമ്മൾ 2നെ ഉപയോഗിക്കുന്നു. ഇത് ഉപയോഗിച്ചുകൊണ്ടുള്ള രീതികൾ. അപ്പൊ നമ്മൾ പറയുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതേവരെ പരിചയിച്ച രീതികളല്ലാത്തതുകൊണ്ട് അതൊന്ന് സ്വീകരിക്കാൻ അല്ലെങ്കിൽ അതൊന്ന് സ്വീകാര്യമാവാൻ അല്പസമയം എടുക്കും. കാരണം ഇതുവരെ നമ്മൾ ഗുണനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുണന പട്ടിക അല്ലാതെ മറ്റൊരു രീതിയിൽ ചെയ്യാൻ കഴിയുമെന്ന് നമുക്കറിയില്ല. കാരണം നമ്മൾ എവിടെയും അത് കണ്ടിട്ടില്ല. അപ്പോൾ ഈ മെത്തേഡിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് 9 ഗുണിക്കണം 8നെ ഞാൻ ചെയ്യാൻ പോകുന്നത് 9നെ 8നെ ഞാൻ ഉപയോഗിക്കുന്നേ ഇല്ല. 1 ഗുണിക്കണം 2 സമം 2 എന്ന് എഴുതുന്നു. 1നെയും 2നെയാണ് ഞാൻ മൾട്ടിപ്ലിക്കേഷൻ എന്നുള്ള പ്രോസസ്സ് ചെയ്യുന്ന 1നെയും 2നെയാണ്. ഇനി ഈ ഗുണന ചിഹ്നം, ആ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എന്നുള്ള ക്രോസിനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 2 വരകളാണ്. ആ 2 വരകളിൽ 1 റിലേറ്റ് ചെയ്യുന്ന 1നോടാണ്. അതായത് 8 എന്നുള്ള എന്റെ നേരെ വരുന്ന 1ആണ്, 9ന്റെ നേരെ വരുന്നത് 2ആണ്. അപ്പൊ അങ്ങനെ ഗുണനചിഹ്നത്തിന്റെ ഇന്ത്യക്കാർ കണ്ടെത്തിയ ഗുണനചിഹ്നത്തിന്റെ അർത്ഥം ഇതായിരുന്നു. ഇപ്പൊ നമ്മൾ ക്രോസ് എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ആക്ച്വലി അർത്ഥം 8നെയും 1നെയും ബന്ധപ്പെടുത്തുക, 9നെയും 2നെയും ബന്ധപ്പെടുത്തുക. അപ്പൊ 9ൽ നിന്ന് 2 കുറയ്ക്കുക അല്ലെങ്കിൽ 8ൽ നിന്ന് 1 കുറയ്ക്കുക, നമുക്ക് എങ്ങനെയായാലും 7 കിട്ടും. 72 എന്നുള്ള ഉത്തരം കിട്ടും. അപ്പോൾ 9ൽ നിന്ന് 2 കുറച്ചാലും 7 കിട്ടും, 8ൽ നിന്ന് 1 കുറച്ചാലും 7 കിട്ടും. അപ്പോൾ 9 ഗുണിക്കണം 8ന്റെ ഗുണന പട്ടിക ഇല്ലാതെ നമ്മളിപ്പോ 72 എന്നുള്ള ഉത്തരത്തിലേക്ക് എത്തി. ഇതാണ് ഇതിന്റെ മനോഹാരിത. അതായത് ഗുണനപ്പട്ടിക എന്നുള്ള ഒരു കഠിനമായ ഒരു പരിപാടി ചെയ്യാതെ നമുക്ക് ഗുണനം ചെയ്യാൻ കഴിയും. ഗുണനപ്പട്ടിക ഇപ്പൊ 9ന്റെ 8ന്റെയും ഗുണനപ്പട്ടിക ഞാൻ ഉപയോഗിച്ചില്ല. അപ്പൊ കുട്ടികൾക്ക് 1 മുതൽ 1, 2, 3, 4, 5 ഈ സംഖ്യകളുടെ ഗുണനപ്പട്ടിക അറിയുകയാണെങ്കിൽ 5 ഗുണിക്കണം 5 25 വരെ എന്നുള്ള കണക്ക് അറിയുകയാണെങ്കിൽ ഈ ലോകത്തിലെ എല്ലാ കണക്കുകളും ചെയ്യാൻ കഴിയുമെന്നുള്ള ഒരു സാധ്യത. അപ്പോൾ 9ന്റെ ചെയ്ത പോലെ ഇപ്പൊ അടുത്ത നമ്പർ ചെയ്ത് നോക്കാം നമുക്ക്.
ഇത് മനസ്സിലായോ? ആർക്കെങ്കിലും സംശയങ്ങളുണ്ടോ ഈ ഞാനിപ്പോ ചെയ്ത രീതിയിൽ മനസ്സിലാവാൻ എന്തെങ്കിലും വിഷമതകളുണ്ടോ? വേണമെങ്കിൽ ഞാൻ വീണ്ടും വിശദീകരിക്കാം. മനസ്സിലായി സാറേ. മനസ്സിലായി. ഒന്നുകൂടെ ഒന്ന് പറയോ? പറയാം. ഇപ്പൊ 9 തന്നെ നമ്മള് എല്ലാ സംഖ്യകളെയും അതിന്റെ ബേസിലേക്ക് അല്ലെങ്കിൽ ആദ്യത്തെ രണ്ടാമത്തെ 2 ഡിജിറ്റ് നമ്പർ 10 ആണ്. 9 കഴിഞ്ഞാൽ വരുന്ന രണ്ട് സംഖ്യകളിൽ ആദ്യത്തെ അക്കം 10 ആണ്. അപ്പൊ 9നെ എങ്ങനെ 10ലേക്ക് എത്തിക്കാൻ കഴിയാം? അപ്പൊ 9ന്റെ കൂടെ 1 കൂട്ടണം. ആ 1നെ ഞാൻ ഇവിടെ ഗുണനത്തിന് വേണ്ടി ഉപയോഗിക്കായിരുന്നു. 1നെ നമ്മളിപ്പം പിന്നെ അബാക്കസിന്റെ ഇതിലൊക്കെ ക്ലാസ്സിലൊക്കെ പറയുകയാണെങ്കിൽ 9ന്റെ സുഹൃത്താണ് 1 എന്ന് പറയും. 8ന്റെ സുഹൃത്താണ് 2. നമ്മൾ ഇതിനെ കോംപ്ലിമെന്റ്സ് എന്നാണ് പറയാം, പൂരകങ്ങൾ എന്നാണ് പറയാം. അതായത് 10 എന്ന സംഖ്യയിലേക്ക് നമ്മൾ 9നെ കൊണ്ടുപോകണമെങ്കിൽ വേറെ ഒരു സംഖ്യ കൊണ്ടും കഴിയില്ല, 1നെ കൊണ്ട് മാത്രമേ കഴിയൂ. അപ്പൊ 9ഉം 1ഉം പൂരകങ്ങളാണ്. ആ പൂരകങ്ങൾ നമ്മളെ ജീവിതത്തിൽ ഉദാഹരണങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഹസ്ബൻഡും വൈഫും ഒരു പൂരകമാണ്. കാരണം ഹസ്ബൻഡ് ഉണ്ടെങ്കിൽ വൈഫ് ഉണ്ടാവും. വൈഫ് എന്നുള്ള പേരിന് ഹസ്ബൻഡും വൈഫും മാത്രമേ ഉള്ളൂ. അതൊരു പെയറാണ്. അപ്പൊ അതുപോലെ 9ഉം 1ഉം ഒരു പെയറാണ്. ഇപ്പൊ നമ്മളിപ്പോ ഡേ ആൻഡ് നൈറ്റ്, പകലും രാത്രിയും, അതൊരു പെയറാണ്. കാരണം പകലുണ്ടെങ്കിൽ രാത്രി ഉണ്ടാവും, രാത്രി ഉണ്ടെങ്കിൽ പകൽ ഉണ്ടായേ പറ്റൂ. അതുപോലെ ഒരു കോംപ്ലിമെന്റ്സ് ആണ് 9ഉം 1ഉം. അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ആണ്. 10ലേക്ക് എത്തണമെങ്കിൽ 9ന് 1ന്റെ സഹായം കൂടിയേ തീരും. 8നാണെങ്കിൽ 2ന്റെ സഹായം കൂടിയേ തീരും. അപ്പൊ അതുകൊണ്ട് അതൊരു പൂരകങ്ങൾ എന്ന രീതിയിലാണ് നമ്മൾ ഇതിൽ കാണുന്നത്. അപ്പൊ അങ്ങനെ 9ന്റെ പൂരകമായിട്ട് 1നെയും 8ന്റെ പൂരകമായിട്ട് 2നെയും എടുത്തു. ഇനി ഈ 1നെയും 2നെയും മൾട്ടിപ്ലൈ ചെയ്യാം. പൂരകങ്ങളെ മൾട്ടിപ്ലൈ ചെയ്യാണ്. അപ്പൊ നമുക്ക് 2 എന്നുള്ള ഉത്തരം കിട്ടും. ഇനി ആ ഒരു ഓപ്പോസിറ്റ് ആയിട്ടുള്ള പൂരകത്തിന്, അതായത് 9ന്റെ പൂരകം 1 പക്ഷെ 8ന്റെ പൂരകം 2. 9ൽ നിന്ന് 8ന്റെ പൂരകത്തിനെ കുറയ്ക്കാം, അല്ലെങ്കിൽ 8ൽ നിന്ന് 9ന്റെ പൂരകത്തിനെ കുറയ്ക്കാം. 8 - 1 അല്ലെങ്കിൽ 9 - 2. 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 7 കിട്ടും. അങ്ങനെ 72 കിട്ടും. ഇനിയിപ്പോ വേറെ നമ്പർ ചെയ്ത് നോക്കാം. 8 ഗുണിക്കണം 8 അല്ലെങ്കിൽ 8 ഗുണിക്കണം 6 അല്ലെങ്കിൽ 8 ഗുണിക്കണം 7 ചെയ്യാം. ഇപ്പൊ 7ന്റെ പൂരകം എന്ന് പറഞ്ഞാൽ 7ന്റെ കൂടി 3 കൂട്ടിയാലാണ് നമുക്ക് 10 കിട്ടുക. അപ്പോ ഇവിടെ ചെയ്യുന്നത് ഇതേപോലെ തന്നെ 3 2s are 3 ഗുണിക്കണം 2 6 എന്ന് കിട്ടുന്നു. അപ്പൊ 7 ഗുണിക്കണം 7ൽ നിന്ന് 2 കുറയ്ക്കുക. അപ്പൊ 50 കിട്ടും, 56 എന്ന് കിട്ടും. 7 8s are 56. അപ്പൊ ഗുണനപ്പട്ടികയുടെ ആവശ്യം 5ന്റെ മേലോട്ടുള്ള ഗുണനപ്പട്ടികയുടെ ആവശ്യം ഇല്ലാതെ നമുക്ക് കണക്ക് ചെയ്യാൻ കഴിയും. എല്ലാ കണക്കുകളും ഇപ്പം വളരെ പെട്ടെന്ന് ഇത് ഉപയോഗിച്ച് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നമ്മളൊരു പുതിയ മെത്തേഡ് ഉപയോഗിക്കുകയാണ്. ഈ മെത്തേഡിന് പഠിച്ച് കുട്ടികൾ വരികയാണെങ്കിൽ കുട്ടികൾക്ക് ഏറ്റവും വലിയ സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെ 7 + 3 10 ആണെന്നോ 8 + 2 10 ആണെന്നോ അറിയാൻ യാതൊരു വിഷമവുമില്ല. ആ സാധ്യതകളെ എങ്ങനെ നമുക്ക് ഗണിതശാസ്ത്രത്തിൽ വെച്ചിട്ട് അല്ലെങ്കിൽ നമുക്ക് പ്രായോഗികമായിട്ട് കുട്ടികളിൽ ഉപയോഗിക്കാൻ കഴിയുമെന്നാണ്. അപ്പൊ 7 ഗുണിക്കണം 8നെ കാണുന്നത് പോലെ നമുക്ക് 7 ഗുണിക്കണം 7 ചെയ്യാം. ഇവിടെ 3 കിട്ടും. 3 ഗുണിക്കണം 3 9 ആണ്. 7 ഗുണിക്കണം 3 4 ആണ്. 7 - 3 4 ആണ്. അപ്പൊ 49. 7 7 49. നമ്മളെ 7 ഗുണിക്കണം 7 പറഞ്ഞ് 7 49 നമുക്ക് വളരെ വേഗത്തിൽ കിട്ടും. പക്ഷേ ഗുണനപ്പട്ടിക പഠിക്കുന്ന ഒരു കുട്ടിയോട് ചോദിച്ചു കഴിഞ്ഞാൽ 7ന്റെ ഗുണനപ്പട്ടിക ഏറ്റവും വിഷമകരമാണ്. 9ന്റെ ഈസിയാണ്. അതിന് പല മെത്തേഡുകളും പല ട്രിക്കുകളും ഉപയോഗിക്കാൻ പറ്റും. 7 8 7ആണ് ഏറ്റവും ഡിഫിക്കൽട്ട് ഗുണനപ്പട്ടിക പഠിക്കുന്ന കുട്ടികളോട്. അപ്പോൾ നമ്മൾ ക്ലാസ്സുകളിൽ പോയിട്ട് ഗുണനപ്പട്ടിക പഠിക്കേണ്ട ഒരു 5ലോ അല്ലെങ്കിൽ 4ലോ ഈ ഗുണനപ്പട്ടിക പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളോട് പറയാം, നിങ്ങൾ 6 7 8ന്റെ 9ന്റെയും ഗുണനപ്പട്ടിക അറിയില്ലെങ്കിലും നിങ്ങൾക്ക് കണക്ക് ചെയ്യാൻ കഴിയുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരുപാട് ആശ്വാസം കുട്ടികളുടെ മുഖത്ത് കാണാൻ കഴിയും. അത് പഠിക്കണ്ടേ, അത് പഠിക്കാതെ നമുക്ക് ചെയ്യാൻ കഴിയുമോ? അതെങ്ങനെയാ സാറ്? അപ്പൊ ചോദിക്കും അവര്. കാരണം എന്ന് പറഞ്ഞാൽ അതൊരു ഭാരമാണ്. പലപ്പോഴും 10ാം ക്ലാസ്സിലെ കുട്ടികൾ പോലും ഗുണനപ്പട്ടിക അറിയാത്തതിന്റെ പേരിൽ ഉത്തരങ്ങൾ തെറ്റിപ്പോകുന്ന അവസ്ഥയുണ്ട്. ഈ കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ തുടങ്ങിയ ക്ലാസ്സിൽ 9ാം ക്ലാസ്സിലെ കുട്ടിയാണ് 7 8s എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഇല്ല, ഉത്തരവില്ല. കാരണം 98 97 കുളിക്കാൻ കുടിച്ചിട്ട് അവന് ചെയ്യാൻ കഴിയാത്തത് 7 ഗുണിക്കണം 8 മറന്നുപോയി. ഇത്ര വേഗത്തിൽ. കാരണം 10ാം ക്ലാസ്സിലെ ബൈഹാർട്ട് പഠിച്ചുകൊണ്ടാണ്. ഇത് ബൈഹാർട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. ഇതൊരു മെത്തേഡാണ്. 7 7 3 10 ആണ്. അത് എന്ത് തന്നെയാലും കുട്ടികൾക്ക് അറിയാം. ആ മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ ചെയ്ത് ബൈഹാർട്ട് പഠിക്കുന്നത് ഒഴിവാക്കിക്കൊണ്ട് പ്രായോഗികമായ രീതിയിൽ കണക്കിനെ ചെയ്യാൻ കഴിയും. ഇപ്പൊ ഇത് ക്ലിയർ ആയോ ചെയ്തത്? ക്ലിയർ ആയി സർ. ഓക്കെ.
ഇതിലിപ്പോ ഇവിടെ 6 വരികയാണെങ്കിൽ 6ന്റെ ഇതിലുള്ള വരുന്ന കോംപ്ലിക്കേഷൻസ് ആണ്. 6 വരികയാണെങ്കിൽ 3 4s ആണ്. 3 4s ആണെങ്കിൽ അത് 12 എന്നാ വരിക. അപ്പൊ അവിടെ 2 ഡിജിറ്റ് നമ്പർ വന്നു. അപ്പൊ ഇവിടെ 1 ഡിജിറ്റ് 3ഉം 4ഉം 1 ഡിജിറ്റ് ആയതുകൊണ്ട് അവിടെ 1 ഡിജിറ്റിന്റെ ഒരു മൾട്ടിപ്ലിക്കേറ്ററിന് മാത്രമേ അവിടെ സീറ്റ് ഉള്ളൂ. അപ്പൊ ആ കേസിൽ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ ഈ 1നെ നമ്മൾ ക്യാരി ആയിട്ട് പുറകോട്ട് ആഡ് ചെയ്യണം. അതായത് 6 - 3 എടുത്തു കഴിഞ്ഞാൽ 3 ആണ്. 3ന്റെ കൂടെ ഈ 1 കൂട്ടിയിട്ട് അവിടെ 4 എന്ന് എഴുതാം. 3 + 1 4. അപ്പോൾ 42 എന്ന് കിട്ടും. 7 6 are 42. 3 4s are 12ലെ 1നെ പുറകോട്ട് ആഡ് ചെയ്യണം. അപ്പൊ ആ ഒരു കേസ് മാത്രമേ 6നും 7നും മാത്രമേ അതുള്ളൂ. 6 × 6ഉം 7 × 6 എന്നുള്ള ആ നമ്പറിന് മാത്രമേ 2 ഡിജിറ്റ് നമ്പർ വരും. ബാക്കിയെല്ലാം 1 ഡിജിറ്റ് നമ്പറുകളെ വരും. അപ്പൊ ഇതിനെ നമ്മളൊന്ന് വലുതാക്കിയാൽ, അല്ലെങ്കിൽ ഈ മെത്തേഡിനെ ഒന്നും കൂടെ വിപുലമായി ചെയ്തു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ 9 8ന് പകരം ഞാൻ 2 നമ്പറിലേക്ക് പോവാണ്. 9നെ ഞാൻ 2 9 ആക്കുന്നു. 99 × 98 ആകുന്നു. അപ്പോൾ 99 ഗുണിക്കണം 98 എന്ന് പറയുമ്പോൾ ഒരു മൾട്ടിപ്ലിക്കേഷൻ ടേബിളിന്റെ ആപ്ലിക്കേഷൻ ഇല്ലാതെ ചെയ്യാൻ വളരെ വിഷമാണ്, അല്ലെ? കാരണം നമ്മളിവിടെ ഇതിൽ നിന്ന് ഒരിക്കലും ഈ കണക്കിനെ എന്താ പറയാ നമ്മുടെ മെത്തേഡ് ഉപയോഗിച്ചിട്ട്, അല്ലെങ്കിൽ നമ്മൾ സാധാരണ പഠിക്കുന്ന ഉപയോഗിച്ച് ഒരിക്കലും ആർക്കും ഇത് മെത്തേഡ് ഞാൻ പറയാൻ പോകുന്ന മെത്തേഡ് അറിയാത്ത പലർക്കും ഇത് മൈൻഡിൽ ചെയ്യാൻ കഴിയും. അവർക്കത് പേപ്പറോ പെൻസിലോ എന്തായാലും വേണം. അപ്പോൾ ഈ 99 × 98 ഒരു 20 മിനിറ്റ് വേണ്ട മൈൻഡിൽ ചെയ്യാവുന്ന രീതിയിൽ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ 99 × 98 99ന്റെ നമ്മൾ 100ലേക്ക് പോവാണ്. 99 100ലേക്ക് ആക്കണമെങ്കിൽ നമുക്ക് 1 ആഡ് ചെയ്യണം. പക്ഷെ ഇവിടെ ഞാൻ അത് 0 1 എഴുതാണ്. കാരണം നമ്മളൊരു 99 ഒരു 2 ഡിജിറ്റ് നമ്പറാണ്. അതിന് ഞാൻ 0 1 എന്നും 0 2 എന്നും എഴുതി. ഓക്കെ, ഇത് എഴുതിയ സംശയം ഉണ്ടോ? 99 98 എഴുതിയതിൽ 99ന്റെ കൂടെ 1 കൂട്ടിയാൽ അത് 0 1 എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. കാരണം 2 ഡിജിറ്റ് നമ്പർ ആയത് കാരണം. എങ്കിലേ നമുക്ക് ഡിജിറ്റ് ടാലി ആവും. കാരണം 100ലേക്ക് ടാലി ചെയ്യണം, 100ലേക്ക് അടുപ്പിക്കണം, 100ലേക്ക് എത്തിക്കണം. അല്ലെങ്കിൽ 100 കുറയ്ക്കണം 1 99 ആണ്. പക്ഷെ 0 1 എഴുതുന്നതാണ് നമ്മൾ ഡിജിറ്റിന്റെ നമ്പർ നമുക്ക് ടാലി ആയി കിട്ടണം. 1 എഴുതി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടില്ല. അപ്പൊ 0 1 എന്നുള്ള കൺസെപ്റ്റ് നമ്മൾ ഉപയോഗിക്കാം. 0 1 × 0 2. അപ്പൊ അതിന് അഗൈൻ വീണ്ടും നമുക്കത് 0 2 എന്ന് തന്നെ കിട്ടും. പിന്നെ 99 - 2 or 98 - 1. അപ്പൊ 97 എന്ന് കിട്ടും. ഇനി നിങ്ങൾക്ക് ഇത് ശരിയാണോ എന്ന് പരിശോധിക്കണമെങ്കിൽ തീർച്ചയായിട്ടും കാൽക്കുലേറ്റർ വേണ്ടി വരും. കാരണം അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ 9 8s are 72, 9 8 72, 7 8 9 72 79 എന്ന് കണക്കൂട്ടിയിട്ട് നമുക്ക് കൂട്ടേണ്ടി വരും. അതല്ലെങ്കിൽ കാൽക്കുലേറ്റർ വെച്ചിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം ഈ ഉത്തരം ശരിയാണോ. നേരത്തെ പഠിച്ച തത്വം ഉപയോഗിച്ച് ഈ ഉത്തരം ഒരിക്കലും തെറ്റില്ല. അതിന്റെ ഈസിനെസ്, അത് ചെയ്യാനുള്ള എളുപ്പം, അതൊന്ന് ആലോചിക്കുക. എന്താണ് ഞാൻ അതിൽ ഗുണിച്ചിട്ടുള്ളത്? 9 8 എന്നുള്ള സംഖ്യകളെ ഞാൻ ഗുണനത്തിന് വേണ്ടി എവിടെ ഉപയോഗിച്ചില്ല. ഞാൻ ഉപയോഗിച്ചത് 1ഉം 2 ആണ്. 1ന്റെയും 2നെയും ഞാൻ മൾട്ടിപ്ലൈ ചെയ്തു. പിന്നെ ഞാൻ ചെയ്തത് ഒരു സബ്ട്രാക്ഷൻ മാത്രമാണ്. 99 2 കുറയ്ക്കുന്നു, അല്ലെങ്കിൽ 98 1 കുറയ്ക്കുന്നു. ഇപ്പോഴത്തേക്ക് എന്റെ ആൻസർ റെഡിയാണ്. അപ്പോ ഇത് മൈൻഡിൽ ചെയ്യാൻ കഴിയുമോ എന്നുള്ള സാധ്യത നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഈ നമ്പറിന്, അതായത് ഈ മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഇവിടെ ഇരിക്കുന്ന ചെറുപ്പക്കാരായ ആൾക്കാർ, കഴിഞ്ഞ ദിവസം പ്രായത്തെ പറ്റി എന്തോ മിസ്റ്റേക്ക് പറഞ്ഞ സംശയമുണ്ട്. കുട്ടികൾ തന്നെയാണ് എല്ലാവരും. പഠിക്കുന്നവരെ പഠിക്കുക അല്ലെങ്കിൽ പഠിക്കുക എന്നുള്ള പ്രോസസ്സ് കുട്ടികൾക്ക് മാത്രം എന്താ പറയാ കുട്ടികൾക്ക് മാത്രം യോജിച്ചൊരു സംഭവം അല്ലേ? പക്ഷെ പഠിക്കുന്നവരെല്ലാം നമുക്ക് കുട്ടികളെന്ന് വിളിക്കാം, ശരിയല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള എല്ലാ മുതിർന്ന കുട്ടികൾക്കും ഇപ്പൊ ഒന്ന് ഉത്തരം പറയാൻ ശ്രമിക്കാം. 97 ഗുണിക്കണം 96. 97ൻ്റെത് 0 3 ആണ്. 94ൻ്റെത് 96ൻ്റെത് 0 4 ആണ്. അപ്പൊ 3 4s are എന്നുള്ള എന്തായാലും നമുക്കറിയാം. 3 ഗുണിക്കണം 4 12 ആണ്. പിന്നെ എന്താ വേണ്ടത്? 96ന്ന് 3 കുറയ്ക്കണം. 96ന്ന് 3 കുറച്ചാൽ 93 ആണ്. 9312. ഇത് ഈ സ്ക്രീനിൽ നോക്കിയിട്ട് തന്നെ നമുക്ക് ഉത്തരം കിട്ടില്ലേ? 3 ഗുണിക്കണം 4 12 അറിയാൻ വിഷമമില്ല. 96ന്ന് 3 കുറച്ചാൽ, അല്ലെങ്കിൽ
ഓപ്പോസിറ്റ് ആണ്. 97ന്റെ കൂടെ 3 കൂട്ടിയാലാണ് നമുക്ക് 100 കിട്ടുകയാണെങ്കിൽ അതിന് ആ കൂട്ടുന്ന സംഭവത്തിന് 96 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 93 കിട്ടും. ഇത്രേ ഉള്ളൂ കണക്ക് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇത്രേ ഉള്ളോ കുട്ടികളുടെ ആ എക്സൈറ്റ്മെന്റ് ആണ്. ഇത്രേ ഉള്ളോ, ഓ ഇത്ര വേഗം കിട്ടുമോ, അല്ലെങ്കിൽ ഇത് മനസ്സിൽ ചെയ്തൂടെ? ഞാൻ എൻ്റെ ക്ലാസ്സിലുള്ള പിള്ളേരെ കൊണ്ട് എന്ത് തന്നെ ആയാലും ആദ്യത്തെ ക്ലാസ് കഴിയുമ്പോഴത്തേക്ക് 2-3 എക്സാമ്പിൾ ചെയ്ത് കഴിയുമ്പോൾ അവരോട് പറയും ഇതൊന്നും മൈൻഡ് ചെയ്ത് കാണിക്കും, പേപ്പറും പെൻസിലും ഒക്കെ താഴെ വെക്കുക, ഒന്ന് ചെയ്യാം. 99% കുട്ടികൾക്ക് നമുക്ക് ഉത്തരങ്ങൾ കിട്ടാറുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ശ്രമിച്ചു നോക്കാം. ഞാൻ വേണ അടുത്ത ക്വസ്റ്റ്യൻസ് എഴുതാം. നിങ്ങൾക്ക് എന്തുകൊണ്ട് കിട്ടില്ല എന്നുള്ള, ആർക്കെങ്കിലും കിട്ടിയില്ല എന്ന് പറയാം. കാരണം അത്രയ്ക്ക് സിമ്പിൾ ആണ്. ഇതിലൊന്നും ഇല്ല, മാത്തമാറ്റിക്സ് ഒന്നും ഇല്ല ഇതിൽ. ഇപ്പൊ 98ന്റെ സ്ക്വയർ ആണ്, അല്ലെങ്കിൽ 98 into 98 ഒന്ന് ചെയ്ത് നോക്കാം. ഇപ്പൊ ഉത്തരം പറയാൻ കഴിയും ആർക്കെങ്കിലും? 98 into 98 എത്രയായിരിക്കും? അൺമ്യൂട്ട് ചെയ്ത് പറയൂ. അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞോളൂ. 9604. 9604. പേപ്പർ പെൻസിൽ ഉപയോഗിച്ചോ? പേപ്പർ പെൻസിൽ ഉപയോഗിച്ചു. അല്ല, ഉപയോഗിക്കാതെ ചെയ്യാനാണ് ഞാൻ പറയുന്നത്. കാരണം എന്തുകൊണ്ട് ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ല. കാരണം 2 ആണ്. 2 2s are 4. 98 2 കുറച്ച 96 ആണ്. അതിൽ പേപ്പറിന്റെ പെൻസിലിന്റെ ആവശ്യം വരില്ല. നിങ്ങളൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ പേപ്പർ പെൻസിൽ ഇല്ലാതെ കിട്ടുമെന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നതിന്റെ അർത്ഥം. 99 into 99 ചെയ്യാം. ഒരു ചോദ്യം കൂടി ചോദിക്കും പ്ലീസ് സർ. 99 into 99. പിന്നെ ബാക്കി 9801. അതാ ഇപ്പൊ പേപ്പർ പെൻസിൽ യൂസ് ചെയ്തിട്ടില്ല കേട്ടാ. അതെ, ഗേറ്റ് അതന്നെ എനിക്ക് വേണ്ടേ. നമുക്ക് ചെയ്യാൻ കഴിയും, നമ്മളൊന്ന് ശ്രമിക്കാത്തോണ്ടാണ്. ഇപ്പൊ ഞാൻ 96 into 96 കാണാം, അല്ലെങ്കിൽ 96 into 95 ചെയ്ത് നോക്കാം. ഇപ്പൊ കിട്ടും നിങ്ങൾക്ക്? 90. പറഞ്ഞോളൂ. 95ന്റെ 05 ആണ്, 96ന്റെ 04 ആണ്. 9120. കറക്റ്റ്, 9120. 4 5s are 20. 95 എന്ന് 4 കുറച്ച 91. അപ്പൊ 9120, 9120. അപ്പൊ നമ്മള് കുട്ടികൾ എപ്പോഴും 9120 എന്നുള്ള വലിയ സംഖ്യ ആയിട്ട് പറയുമ്പോൾ ഏറ്റവും ഡിജിറ്റൈസ് ചെയ്യാന്നുള്ളത്. ഡിജിറ്റ്സ് അങ്ങനെ 9120 കഴിഞ്ഞു ആൻസർ. അപ്പൊ ഈ 1000ങ്ങളും 10000ങ്ങളും ഉപയോഗിക്കുമ്പോഴാണ് ആ സംഖ്യ വലുതാകുന്നത്. 9120 എന്ന് പറഞ്ഞാൽ 1 ഡിജിറ്റ് നമ്പർ പറയുന്നത് പോലെ കുട്ടികൾ പറയുന്നത്. അപ്പൊ നമ്മൾ ലഘൂകരിച്ച് കഴിയുമ്പോൾ ഇങ്ങനെ 9120 എന്നുള്ള ഉത്തരങ്ങളെ നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ 1000ങ്ങളും 10000ങ്ങളും ഒക്കെ കുട്ടികൾ പഠിച്ചോളും. അതൊന്നും നമുക്ക് വിഷമമില്ല. പക്ഷെ ഉത്തരങ്ങൾ കിട്ടാൻ കഴിയുമെന്നുള്ളതാണ്. ഈ സംഭവം ഇപ്പൊ വളരെ സിമ്പിൾ ആണെന്ന് തോന്നില്ലേ? എന്താണ് ഇതിലുള്ള വിഷമത? 9നെയും 6നെയും 5നെയും ഒന്നും ഞാൻ മൾട്ടിപ്ലിക്കേഷന് വേണ്ടി ഉപയോഗിച്ചില്ല. ഞാൻ യൂസ് ചെയ്ത അതിന്റെ കോംപ്ലിമെന്റ്സിന്, അതിന്റെ പൂരകങ്ങൾ മാത്രമേ ഉപയോഗിച്ചുള്ളൂ. 5 4സിനെ ഞാൻ മൾട്ടിപ്ലൈ ചെയ്തത്, 5 and 4. മറ്റേ ഞാനൊരു സബ്ട്രാക്ഷനാണ് ചെയ്തത്. ഈ സംഭവം ഇപ്പൊ നമ്മളിപ്പോ കാണുന്നത് ഒരു 2 ഡിജിറ്റ് നമ്പർ ആണ്. ഇതൊരു 4 ഡിജിറ്റോ 3 ഡിജിറ്റോ നമ്പർ ആവുകയാണെങ്കിലും ഈ സംഭവം അതേപോലെ വർക്ക് ചെയ്യും. 995 into 996. അപ്പൊ ഞാനൊരു 0 മാത്രം ഇവിടെ ചേർക്കണ്ടു. ഇത് ചെയ്യാൻ പറ്റുമോ നോക്കും നിങ്ങൾ? മൈൻഡിൽ തന്നെ ചെയ്യാൻ പറ്റും ഇത്രയും വലിയ സംഖ്യ. ആ ഡിജിറ്റ്സിനെ ഓർമ്മിച്ചാൽ മാത്രം മതി. ഇപ്പൊ 91 ആ ആൻസർ തന്നെ ഇതിൽ വരിക, യാതൊരു വ്യത്യാസവും ഇല്ല. 991020. കണ്ടില്ലേ? നിങ്ങളൊരു 6 ഡിജിറ്റ് ആൻസർ പറയാൻ വേണ്ടി 6 seconds എടുത്തില്ല. നിങ്ങൾ അത് ഞാൻ പറഞ്ഞതിന്റെ മാജിക് എന്താന്നുള്ളത്. 6 നമ്പറിന്റെ ഉത്തരങ്ങളാണ്. നമ്മൾ ഇതൊരു മാത്തമാറ്റിക്സ് ആയിട്ട് നിങ്ങൾ പഠിച്ച മെത്തേഡ് ചെയ്യണേ അറ്റ്ലീസ്റ്റ് ഒരു 45 to 1 minute വേണോ, സെക്കൻഡ്സ് വേണോ, എത്ര റൈറ്റിംഗ് വേണം, എത്ര പേപ്പർ വേണം, എത്ര പേന വേണം, എത്ര എഫേർട്സ് വേണം, ഒന്ന് ആലോചിച്ചോ. അത്രയും ബ്രെയിനിന്റെ എഫേർട്സ് ഒരുപാടാണ്. അത് 1/10th ടൈമിൽ, അതായത് 10ൽ1 ടൈം പോലും നിങ്ങൾക്ക് 10 സെക്കൻഡ് പോലും വേണ്ട ഈ ഒരു കണക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് ഇതിന്റെ മാജിക്. നമുക്ക് കണക്കിനെ വളരെ വലുതാണെങ്കിലും കുട്ടികൾക്ക് അവര് ഭാവിയിൽ വളരെ നിസ്സാരമായിട്ട് കണക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ ഈ മെത്തേഡ് പഠിപ്പിച്ചാൽ അവർ ഇങ്ങോട്ട് മെത്തേഡുകൾ പഠിപ്പിച്ചിരുന്നു നമ്മളെ. നമ്മൾക്ക് ചിന്തിക്കാൻ കഴിയാത്ത വേഗതയിൽ അവരുടെ ബ്രെയിൻ വർക്ക് ചെയ്യും. അതാണ് കുട്ടികൾക്ക് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഈ പല മെത്തേഡിന്റെ ലഘൂകരിച്ചിട്ടുള്ള കുട്ടികളിൽ നിന്ന് കിട്ടിയ ഐഡിയാസ് വെച്ചിട്ടാണ്. നമ്മൾ പഴഞ്ചൻ ഐഡിയ അല്ലെങ്കിൽ ഈ മെത്തേഡ് ഒന്ന് പറഞ്ഞിട്ട് അവർ സാറേ ഇങ്ങനെ ചെയ്തൂടെ, സാറേ അങ്ങനെ ചെയ്തൂടെ, അതെന്താ ഇങ്ങനെ നടക്കാത്ത? അവരത്രയും ഫ്ലെക്സിബിൾ ആണ്. ഞാൻ എൻ്റെ ഗെയിംസിന്റെ ഒക്കെ ക്ലാസ്സിൽ അവർ ഓൾ കേരള കോമ്പറ്റീഷൻ വരെ ഗെയിംസും കൊണ്ട് പോയിട്ടുണ്ട്. അവരുടെ സ്വന്തം ഐഡിയ, ഞാൻ ഗെയിംസ് പഠിപ്പിച്ചു കൊടുത്തിട്ടേ ഉള്ളൂ. ഗെയിംസിൽ നിന്ന് അവർ പ്രൊജക്ട് ഉണ്ടാക്കിയിട്ട് ഓൾ കേരള ബേസിൽ വരെ പോയിട്ടുണ്ട്, ഗണിതശാസ്ത്ര പ്രൊജക്ടുകളായിട്ട്. അവരുടെ ബ്രെയിൻ അങ്ങനെയാണ്. നമുക്ക് പോലും ചിന്തിക്കാൻ കഴിയില്ല എങ്ങനെയാണ് ഈ പിള്ളേരുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നത്. അപ്പൊ
നമ്മൾ ഐഡിയാസ് കൊടുക്കുകയാണെങ്കിൽ അത് വളരെ കൃത്യമായിട്ട് അവർ മുന്നോട്ട് കൊണ്ടുപോയി. അവർക്ക് കിട്ടാത്തതാണ് കുഴപ്പം. അല്ലെങ്കിൽ മാത്തമാറ്റിക്സിനോടുള്ള ഫിയർ മാറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കണക്ക് ചെയ്യാൻ കഴിയുന്നൊന്ന് കാണിച്ചു കൊടുത്താൽ മാത്സിന്റെ ഫിയർ ഒന്നും എവിടെ ഉണ്ടാവില്ല. കാരണം ആ ഗുണനപ്പട്ടിക ഫിയറിന്റെ വളരെ വലിയൊരു ഭാഗമാണ്. അത് ബൈഹാർട്ട് പഠിക്കാതെ തല്ലുകൊണ്ട് ബൈഹാർട്ട് പഠിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള അവസ്ഥയാണ് 5ാം ക്ലാസ്സിന്റെ മേലോട്ട് കുട്ടികൾക്ക് കിട്ടുന്നത്. അതിൽ നിന്നൊരു മോചനം ഇതിലൂടെ തീർച്ചയായിട്ടും സാധിക്കും. അപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. ഇനി 1-2 മെത്തേഡും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഇത് 3 ഡിജിറ്റിനെ 4 ഡിജിറ്റ് ആക്കിയാലും ഇപ്പൊ 9995 ആക്കിയാലും ഇവിടെ ഒരു 0 കൂട്ടണമെന്നേ ഉള്ളൂ. എത്ര വലിയ സംഖ്യകളിലേക്ക് നമുക്ക് പോവാം. 4 നമ്പറായി. അപ്പൊ 4 3 0 5 ബാക്കിയെല്ലാം സെയിം. ഒരു 9ഉം ഒരു 0വും കൂട്ടുന്നു ഉത്തരത്തിൽ. നിങ്ങൾക്ക് ഇപ്പൊ 99910020. അതെ, കഴിഞ്ഞില്ലേ? ഉത്തരം കിട്ടി. ഞാൻ ചോദ്യം പോലും ഇവിടെ എഴുതേണ്ടി വന്നില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നിങ്ങളെ ബ്രെയിനിലേക്ക് ആ മെത്തേഡ് കയറി കഴിഞ്ഞു. ഇത്ര സിമ്പിൾ ആണ്. അപ്പൊ നമ്മൾ ആലോചിക്കുക, നമ്മുടെ ഭാവി കുട്ടികൾക്ക് വരാൻ പോകുന്ന അഡ്വാൻറ്റേജസ് ഒന്ന് ചിന്തിക്കുക. ഇതുപോലെ നെക്സ്റ്റ് മെത്തേഡ് ഞാൻ പറയാം. ഇപ്പൊ നമ്മള് 100ൽ കൂടുതലുള്ള ഒരു നമ്പർ എടുക്കുക. 105 മൾട്ടിപ്ലൈഡ് ബൈ 106 അല്ലെങ്കിൽ 102 എഴുതാം. 105 into 102. ഈ മെത്തേഡ് ഇത് 100ഉമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇത് 100ഉമായിട്ട് ബന്ധപ്പെട്ട കണക്കുകളാണ് ഞാൻ പറയുന്നത്, എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മറ്റുള്ള നമ്പേഴ്സിനും അതിന്റെ സാധ്യതകളുണ്ട്, നമുക്ക് വിശദീകരിക്കാം. 100ആകുമ്പോൾ നമുക്ക് ഇവിടെ ഒരു 5 വരും, ഇവിടെ 02 വരും. ഇവിടെയും സെയിം തന്നെയാണ് മെത്തേഡ് നമ്മൾ ഉപയോഗിക്കുന്നത്. 2 5s are 10. നമുക്ക് 10 എന്ന് കിട്ടി. ഈ കേസിൽ 100നേക്കാളും കൂടുതലായത് കാരണം 5ന്റെ കൂടെ 2 ആഡ് ചെയ്യണമെന്ന് മാത്രം. 2 + 5 or 5 + 2. അപ്പൊ 107 എന്ന് കിട്ടും. 102 വരുമ്പോ 08 അല്ലേ വരേണ്ട? 5 + 2 ആണ്. 5 + 2 അവര് 5 + 2 അല്ലെങ്കിൽ 102 + 5. 2 + 5 or 5 + 2. 107 10. ഡൗട്ട് ക്ലിയർ ആയോ? മനസ്സിലായോ? എന്തെങ്കിലും സംശയം ഉണ്ടോ? ചോദിച്ചേ. പറഞ്ഞ ആൾക്ക് ഡൗട്ട് ക്ലിയർ ആയോ? അത് ഞാൻ ചോദിച്ച അത് പൂരകമാക്കണമെങ്കിൽ 102ന്റെ കൂടെ 8 കൂട്ടണ്ടേ? അല്ലല്ല, 100നെയാണ് നമ്മൾ റിലേറ്റ് ചെയ്യുന്നത്. 100ന്ന് 2 102ലേക്ക് വരുമ്പോൾ 2 അല്ലേ ഡിസ്റ്റൻസ് വരിക. 100 + 2 ആണ്. മറ്റേ 100 + 5 ആണ് 105 വരുന്നത്. മറ്റേ നമ്മൾ 99 ആകുമ്പോൾ 100 - 1 ആണ്, 100 - 2 ആണ്. 100നെയാണ് നമ്മൾ ഇപ്പോഴുള്ള നമ്പറും 100 തമ്മിലുള്ള ഡിഫറൻസ് ആണ് അവിടെ എഴുതേണ്ടത്. അതെ അതെ. ഓക്കെ സാർ, താങ്ക് യു. സാറേ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ സാറേ. ആ. ഈ 100ന് മുകളിൽ വന്നു കഴിഞ്ഞാല് +2ഉം 100ൽ താഴെ വന്നു കഴിഞ്ഞാല് -2 ആണോ വെക്കണ്ടേ? അതെ അതെ, കറക്റ്റ് ആണ്. ഓക്കെ സാർ, താങ്ക് യു. വേണമെങ്കിൽ ഇത് സൈൻ ഇട്ടിട്ട് നമുക്ക് ചെയ്യാം. ഇതിപ്പോ 99 -1ഉം ഇത് -2 ഇട്ടിട്ട് ചെയ്യേണ്ട കണക്കുകളുണ്ട്. പക്ഷെ അതൊന്നും ഞാൻ അത്ര ഡീറ്റെയിൽ ആയിട്ട് പോകാത്ത കാരണം അത് ആ കോംപ്ലിക്കേഷൻ ഒന്നും കൊണ്ടുവരണ്ടെന്ന് വെച്ചിട്ടാ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 99 0 -1ഉം 99 0 -02 എന്നാണ് ഉപയോഗിക്കേണ്ടത്. നമ്മളെ ക്ലാസ്സുകളിൽ വരുമ്പം തിയറി പഠിപ്പിക്കും, ഇങ്ങനെ പഠിപ്പിക്കും. കാരണം എന്ന് പറഞ്ഞാൽ -× പ്ലസ് ആണ്, അവിടെ യാതൊരു ചേഞ്ചും വരില്ല. പക്ഷെ ഫോർ എക്സാമ്പിൾ 98 × 105 വരികയാണ്. 98 മൾട്ടിപ്ലൈഡ് ബൈ 105 എന്നുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇവിടെ പ്ലസ് ആണ്, അവിടെ ഒരു മൈനസ് ആണ്. അപ്പോൾ -× എന്നുള്ള ക്വസ്റ്റ്യൻ വരും, അവിടെ ഒരു ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റും കൂടി ചെയ്യാനുണ്ടാവും. അപ്പൊ അങ്ങനെയാണ് അതും ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിനെല്ലാം മെത്തേഡുകളുണ്ട്. ഇതെല്ലാം ആൾജിബ്രയ്ക്ക് ഇതിൽ പ്രൂവൺ മെത്തേഡുകളാണ്. അതായത് നമ്മൾ A+B² എന്നുള്ള മെത്തേഡ് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ അതേ ഇത് ഉപയോഗിച്ചിട്ട് ഇതെല്ലാം വ്യാഖ്യാനിക്കാൻ കഴിയും. 100 + 5 എന്ന് പറഞ്ഞാൽ A+B² ആണ്. 100ന് എയും 5ന് ബിയും ആയി കഴിഞ്ഞാൽ 100 + 5 അല്ലെ 105നെ A+B² മെത്തേഡ് ഉപയോഗിച്ചിട്ട് ചെയ്യേണ്ടതാണ്. ആൾജിബ്രയ്ക്കിൽ ഇങ്ങനെ ഇതിനെ വിശദീകരിക്കാൻ കഴിയും. ആ മെത്തേഡ് വളരെ ലഘുവായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. നമ്മൾ 102ന്റെ സ്ക്വയർ കാണണം, അല്ലെങ്കിൽ 105ന്റെ സ്ക്വയർ കാണണം. 105 ഗുണിക്കണം 105. അപ്പൊ ഇവിടെ 5 വന്നു. ഇത് ചെയ്യാൻ കഴിയില്ലേ? 25 107 125 110 25. 110 25. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്ക്വയർ റൂട്ട് ചെയ്യുന്ന കാര്യം പറഞ്ഞിരുന്നു. ഇപ്പൊ 110 25ന്റെ സ്ക്വയർ റൂട്ട് കാണണമെന്നൊന്ന് ആലോചിക്കുക. ഈ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. 110 25ന്റെ സ്ക്വയർ റൂട്ട് കാണാം. അപ്പൊ 25ന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞാൽ 5 ആണെന്ന് നമുക്ക് കിട്ടും. വിഷമമില്ലല്ലോ. ആ 5 കണ്ടെത്തി കഴിഞ്ഞാൽ 5ന്റെ ഇരട്ടിയാണ് ഈ 10.
അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് അറിയാം ഇത് 105ന്റെ സ്ക്വയർ ആണ്. ഇപ്പൊ ഇനി 105 എന്നുള്ള മാച്ച് കഴിഞ്ഞാൽ 110 25 നമ്മൾ സ്ക്വയർ റൂട്ട് നമ്പർ എങ്കിൽ അതിനെ 2 പാർട്ടാക്കിയിട്ട് 25ഉം 110ഉം ആക്കി മാറ്റിയിട്ട് നമുക്ക് അതിന്റെ സ്ക്വയർ റൂട്ട് കാണാം. കാരണം 10ാം ക്ലാസ് വരെയുള്ള പിന്നെ ക്വസ്റ്റ്യൻസിൽ സാധാരണ രീതിയിൽ ഹോൾ നമ്പേഴ്സ് സ്ക്വയർ റൂട്ട് ആയിരിക്കും, മിക്കവാറും ഹോൾ നമ്പേഴ്സ് ആയിരിക്കും അതിന്റെ എന്താ പറയുക ആൻസർ ആയിട്ട് വരിക സ്ക്വയർ റൂട്ടിന്റെ ക്വസ്റ്റ്യൻസിൽ പലപ്പോഴും. പല പിന്നെ CBSE ക്വസ്റ്റ്യൻസിലെല്ലാം ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ഇപ്പോൾ ഈവൻ 49, 64 അങ്ങനെ നമ്പേഴ്സ് ആയിരിക്കും ഈ 25ന്റെ സ്ഥാനത്ത് വരുന്നത്. ആ കേസിലെല്ലാം നമുക്ക് സ്ക്വയർ റൂട്ട് കാണാൻ വേണ്ടിയിട്ട് 64 ആണെങ്കിൽ നമുക്കറിയാം 8 ആണ് നമ്മുടെ നമ്പർ. 8 8 are 64. അപ്പോൾ 8ന്റെ പകുതിയായിട്ട് 4 അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു, അല്ലെങ്കിൽ 8ന്റെ ഇരട്ടി 16 അങ്ങനെ എന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പിൽ അവിടെ ആൻസർ കണ്ടെത്താൻ കഴിയും. നമുക്ക് സ്ക്വയർ റൂട്ട് കൂടെ കണ്ടെത്താൻ കഴിയും. ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ 108ന്റെ ചെയ്യാം. 108 ഗുണിക്കണം 108. അപ്പൊ ഇവിടെ 8 വരുമ്പോൾ 8 ഇവിടെ 8ന് എഴുതി കഴിഞ്ഞാൽ 8 ഗുണിക്കണം 8 അത് 64 ആണ്. ഇവിടെ 8 8 16 വരും. അപ്പൊ 116 വരും. 11664. 116 64 എന്ന് പറയുമ്പോൾ 64ന്റെ സ്ക്വയർ റൂട്ട് 8 ആണ്. അപ്പൊ 8ന്റെ ഡബിൾ 16 അവിടെ ഉണ്ട്. അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് 108ലേക്ക് ബൈ പ്രാക്ടീസ് നമുക്ക് 108 ആണെന്ന് വേഗത്തിൽ ചിന്തിക്കാൻ കഴിയും. അപ്പോൾ സ്ക്വയർ റൂട്ട് കാണാൻ പറഞ്ഞാൽ അത്ര എളുപ്പമൊന്നും അല്ല. പക്ഷെ ഈവൺ ഓൺ സ്റ്റേജിൽ 116 64 എന്നൊരു നമ്പർ എഴുതി കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഈ മെത്തേഡ് പഠിക്കുന്ന കുട്ടികൾക്ക് വളരെ വേഗത്തിൽ പിടികിട്ടും അത് 108 ആണ് നമ്പർ. വേറെ ഒരു വ്യാഖ്യാനത്തിന് ആവശ്യമില്ല. അപ്പൊ ഇത് ഞാൻ പറയുന്നത് ഇത്രയും സിമ്പിൾ ആയിട്ട് മാത്സിന് കുട്ടികളുടെ മുമ്പിൽ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഭാവി തലമുറയുടെ അഡ്വാൻറ്റേജസ് ആണ് ഞാൻ പറയുന്നത്. ഇപ്പൊ നമ്മൾ PSC കോച്ചിങ്ങിനൊക്കെ പോകുമ്പോൾ ഇങ്ങനെയുള്ള മെത്തേഡ് ഇഷ്ടംപോലെ നമ്മുടെ മുമ്പിൽ വരും. പക്ഷെ അപ്പോഴാണ് നമ്മൾ പഠിക്കുന്നത്. ഇത് PSCക്ക് പോകുന്ന അവസരത്തിലാണ് ഇതിന്റെ യൂസേജും അല്ലെങ്കിൽ ഇതിന്റെ ആപ്ലിക്കേഷൻ നമ്മൾ പഠിക്കുന്നത്. പക്ഷെ കുഞ്ഞു മനസ്സുകളിലേക്ക് ഇത് കയറ്റി കഴിഞ്ഞാൽ അവർക്ക് ഭാവിയിൽ 10ാം ക്ലാസ് മുതൽ അങ്ങോട്ട് നല്ല മാർക്കോടുകൂടെ റെക്കഗ്നൈസ് ആയിട്ട് പോകാൻ കഴിയും. അവർ അങ്ങനെയുള്ള അഡ്വാൻറ്റേജസ് ഇവിടെ നമുക്ക് ഈ മാത്സിന്റെ ഇതിലൂടെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. സാറേ ഒരു സംശയം. പറഞ്ഞോളൂ. പിന്നെ 8 8 64 8 8 16. അപ്പൊ ഈ അറ്റത്ത് 1 എങ്ങനെയാ വന്നത്? 108ന്റെ കൂടെ 8 കൂട്ടുന്നത്. 108 പ്ലസ് 8 ആണ്. അത് ശരി. നമ്മളിപ്പോ 98 1 കുറച്ചിട്ട് 97 എഴുതുന്ന പോലെ 108 പ്ലസ് ഈ 8 ആണ് ആഡ് ചെയ്യുന്നത്. ആക്ച്വലി കോംപ്ലിമെന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ പൂരകമായിട്ടുള്ള ഒരു 8നെയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഈ ഒരു 8നെയാണ് നമ്മൾ 108 കൂടെ ആഡ് ചെയ്യുന്നത്. അത് ശരി. അതാണ് 106. ക്രോസ് ആയിട്ട് വേണം ആഡ് ചെയ്യാൻ. ആദ്യം നമ്മൾ 100 താഴെ ആണെങ്കിൽ ക്രോസ് ആയിട്ട് സബ്സ്ട്രാക്ട് ചെയ്യുക, ഇവിടെ ആഡ് ചെയ്യുക. സാർ ഇതിൽ എന്തെങ്കിലും എക്സെപ്ഷൻ ഉണ്ടോ സാർ? അതായത് ഏതെങ്കിലും നമ്പേഴ്സ് ഇത് ഫോളോ ചെയ്യാത്തതായിട്ടുണ്ടാവോ? ഇതിപ്പോ നമ്മൾ 100ന്റെ നിയർ ബൈ നമ്പേഴ്സിന് ഉപയോഗിച്ചിട്ടാണ് ഈ മെത്തേഡ് ചെയ്തത്. 100 നിയർ ബൈ നമ്പേഴ്സ് ആണെങ്കിൽ അല്ലെങ്കിൽ 1000 നിയർ ബൈ നമ്പേഴ്സ് ആണെങ്കിൽ ഇത് ചെയ്യും. ഫോളോ ചെയ്യാത്ത മെത്തേഡ്സ് അല്ല. പക്ഷെ നമ്പേഴ്സ് വലുതാകുമ്പോൾ, അപ്പൊ സപ്പോസ് 128 into അങ്ങനെയുള്ള നമ്പേഴ്സ് വലുതാകുമ്പോൾ കുറച്ച് കോംപ്ലിക്കേഷൻ ആവും. കാരണം ചില മെത്തേഡുകൾ നമുക്ക് ഇതിൽ ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ കഴിയും ഈ മെത്തേഡ് ഉപയോഗിച്ചിട്ട്. പക്ഷെ അതിന് സബ്സ്റ്റിറ്റ്യൂഷൻ വേറെ മെത്തേഡുകളുണ്ട്. ചെറിയ ഇപ്പൊ നമ്മളിപ്പോ ഇതിന്റെ തന്നെ വേറൊരു ചെറിയൊരു വെറൈറ്റി പറയാം. നമ്മളിപ്പോ സ്ക്വയർ, അപ്പൊ നമ്മളിപ്പോ 1ന്റെ സ്ക്വയർ മുതൽ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരെ സ്ക്വയർ നമുക്ക് പറയാൻ കഴിയും? എത്ര ഡിജിറ്റ്സ് വരെയുള്ള സ്ക്വയറുകളെ? 12 12s are 12 ഗുണിക്കണം 12 വരെയുള്ള സ്ക്വയർ ഒക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ? ഇപ്പോ 14ന്റെ സ്ക്വയർ ആണ്, അല്ലെ 14 ഗുണിക്കണം 14 എങ്ങനെ ചെയ്യാൻ പറ്റും? ഇപ്പൊ ഈ ഇത്രയും മെത്തേഡ് പറഞ്ഞിരിക്കുന്നത് ഇതിന് എന്തെങ്കിലും വഴിയുണ്ടോ? ഇപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് ആൻസർ 4 4 16 4 4 8. അപ്പൊ 14 4 18 ആൻസർ ആണ് വേണ്ട. 14 4 18 കിട്ടി. ഇനി 4 4s are 16. 16ലുള്ള 1 ഇവിടെ ആഡ് ചെയ്യണം. അപ്പൊ 196 എന്ന് കിട്ടും. ഈ സെയിം മെത്തേഡ് തന്നെയാണത്. 10നേക്കാളും 4 കൂടുതലാണ്. 4 ഗുണിക്കണം 4 16 ആണ്. പക്ഷെ ഒരു ഡിജിറ്റിന് മാത്രമേ അവിടെ സ്ഥാനമുള്ളൂ. ആ ഒന്നിനെ പുറകോട്ട് പോകണം. 14 4 18 1 19. അപ്പൊ അല്ലെങ്കിൽ ഇപ്പൊ 18ന്റെ സ്ക്വയർ കാണും. 18 into 18. 8 8s are 64. 64ല് 4 മാത്രമേ അവിടെ നിൽക്കൂ. 6നെ പുറകോട്ട് കൊണ്ടുപോകണം. പക്ഷെ 18 തൊട്ടും 26 ആണ്. 26ഉം 6ഉം 32 324 കിട്ടും.
അപ്പോൾ അത് ഞാൻ പറഞ്ഞ ഈ ഇപ്പൊ നമ്മൾ 18 ഗുണിക്കണം 18 ചിലപ്പോ 18 ഗുണിക്കണം 18 നമ്മൾ പഠിച്ച മെത്തേഡ് ചെയ്യാനായിരിക്കും ചിലപ്പോൾ നമുക്ക് എളുപ്പം. ഇത് ഡിഫിക്കൽട്ട് ആണെന്ന് തോന്നുന്നു. കാരണം അതിൽ മൈൻഡിലാണ് നമ്മൾ അഡിഷൻ ചെയ്യുന്നത്. 8 8s are 64 എന്ന് പറഞ്ഞിട്ട് ആ 6നെ നമ്മൾ ക്യാരി ആയിട്ട് മൈൻഡിൽ വെക്കുകയാണ്. എന്നിട്ട് 18 + 8 26 + 6 ഞാൻ മൈൻഡിലാണ് ചെയ്യുന്നത്. എന്നിട്ട് ഞാൻ 324 എന്ന് എഴുതുന്നു. അപ്പൊ എന്റെ മൈൻഡിന്റെ ജോലി കൂടുകയാണ്, അല്ലെങ്കിൽ എന്റെ മൈൻഡിന്റെ എഫിഷ്യൻസി കൂടുക ചെയ്യുക. കാരണം ഞാൻ അത്രയും നമ്പേഴ്സിനെ സ്റ്റോർ ചെയ്ത് മൈൻഡിൽ ആഡ് ചെയ്യണം. അപ്പൊ നമ്മളെ മൈൻഡിനെ കൂടുതൽ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ, അല്ലെങ്കിൽ കൂടുതൽ വേഗത്തിൽ യൂസ് ചെയ്യാൻ വേണ്ടി. കാരണം മൈൻഡ് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു സാധനമാണ്. ഉപയോഗിക്കും തോറും അതിന്റെ ഷാർപ്നെസ് കൂടി വരിക. ഉപയോഗിക്കും തോറും നമ്മളിപ്പോൾ പച്ചക്കറി മുറിക്കുന്ന കത്തിയാണെങ്കിലും കുറച്ചുകൂടെ മുറിച്ച് കഴിയുമ്പോൾ അത് ഷാർപ്പൻ ചെയ്യണം. ബ്രെയിൻ അങ്ങനെയല്ല, എത്രമാത്രം നമ്മൾ യൂസ് ചെയ്യുന്നു അത്രമാത്രം അത് ഷാർപ്പായി വരിക. സാബു സാറിന്റെ ബ്രെയിനിന്റെ കാര്യം തന്നെ വേണം എടുക്കാം. ഞാനിപ്പോ 2 സൈഡേ പരിചയപ്പെട്ടില്ലെങ്കിലും എനിക്ക് തോന്നുന്നു സാർ ഈ ക്ലാസ് കളയുന്നതുകൊണ്ട് മാത്രം സാറിന് ഒരുപാട് അഡ്വാൻറ്റേജ് സാറിന്റെ ബ്രെയിനിനെ പറ്റിയാണ്. ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ സാറിന് പഠിക്കാൻ പറ്റുന്നുണ്ടാവും. ശരിയല്ലേ? കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എപ്പോഴും ഫ്രഷ് ആണ്. കാരണം ഒരു ജനങ്ങളെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിന്റെ മുമ്പിൽ സാറിന്റെ ബ്രെയിനിനെ വർക്ക് ചെയ്തേ പറ്റൂ. കാരണം അത് അതിന്റെ എഫിഷ്യൻസി കൂടിക്കൊണ്ടുവരികയുള്ളൂ, യാതൊരു സംശയമില്ല. കാരണം അത് ഇപ്പം ഞാൻ മാത്തമാറ്റിക്സിന്റെ ക്ലാസ് ചെയ്യുമ്പോൾ സാറിന്റെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നുണ്ട്. കാരണം അത് ആ മാത്തമാറ്റിക്സിന്റെ മെത്തേഡുകൾ പഠിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ പല ക്ലാസ്സുകളും സാറിന്റെ മുമ്പ് കൂടെ കടന്നു പോകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിന്റെ എഫിഷ്യൻസി കൂടി വരിക. കാരണം ഡിഫറെന്റ് എന്താ പറയുക കാര്യങ്ങൾ സാറിന് മുമ്പ് കൂടെ കടന്നു പോവാണ്. അപ്പൊ അതിനുള്ള ഒരു ചാൻസ് ആണ്. നമ്മൾ അങ്ങനെ തന്നെ ഏതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നോ അതിന് അഡ്വാൻറ്റേജസ് നമുക്ക് കിട്ടും. ഇനി ഇതിലെന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ തീർക്കാം. ഒരു സംശയം. ഇതിന്റെ ഒരു ക്ലാസ് പ്രദീപ് സാറിന്റെ ബേസിൽ സാർ കണ്ടക്ട് ചെയ്യുന്ന ഒരു ക്ലാസ് നമ്മൾ ഉടൻ തന്നെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ഗ്രൂപ്പിൽ ഒരു ലിങ്ക് ഇട്ടിട്ടുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. അല്ലെങ്കിൽ ഞാൻ നമ്മളുടെ പോസ്റ്റർ വന്നിരിക്കുന്ന ഇതിന്റെ അകത്തും ഒരു കണക്കിനോട് പേടിയുണ്ടോ ഈസി മാത്സ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക താല്പര്യമുള്ളവര്. ഇത് പല കാര്യങ്ങളും ശ്രദ്ധിക്കണം. നമ്മൾ കേവലം കുട്ടികൾ എന്ന നിലയിലല്ലാതെ തന്നെ ഒരു ക്ലാസ് റൂമിൽ ചെന്നിട്ട് മാത്സ് പഠിക്കുന്ന കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇപ്പൊ സാറ് പറഞ്ഞ ഈ ടോപ്പിക്ക് മാത്രം മതി കുട്ടികൾക്ക് അത്രമാത്രം ക്രിയേറ്റീവായിട്ട് മനസ്സിലാകാൻ. അപ്പൊ അങ്ങനെയുള്ള സാധ്യതകൾ, ഒരു സെമിനാറിന് പോകുന്നു അല്ലെങ്കിൽ ഒരു ക്ലാസ് എടുക്കുന്നു, ഒരു കണക്കിലെ കളികൾ എന്ന് പറഞ്ഞ ഒരു മണിക്കൂർ, അല്ലെ സാർ, 1 മണിക്കൂറൊന്നും അല്ല, ഇത് അതിൽ കൂടുതൽ സമയം കൃത്യമായിട്ട് വിനിയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ പല രീതിയിൽ ഇപ്പൊ സാർ 2 3 ടെക്നിക്സ് മാത്രമേ സാറിന്റെ ക്ലാസ്സിൽ പറയുന്നുള്ളൂ എങ്കിലും വളരെ കൃത്യമായിട്ട് 10 ദിവസത്തെ ഒരു ക്ലാസ് നമ്മൾ അനൗൺസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് താല്പര്യത്തോടെ ജോയിൻ ചെയ്യുക. താല്പര്യമുള്ളവരെന്ന് വെച്ചാൽ നമ്മുടെ കുട്ടികൾ, അവധിക്കാലമാണ്, കുട്ടികൾക്ക് ഈ ക്ലാസ് വളരെയധികം ഗുണകരം. ഇപ്പൊ നമുക്ക് ഇത്രമാത്രം സ്പീഡിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ കുട്ടികൾക്ക് അതിനേക്കാളും സ്പീഡിൽ ഇത് പ്രയോജനകരമായി ഉപയോഗിക്കാം. മാത്സിനോടുള്ള ഇഷ്ടം കൂടും. സാർ പറഞ്ഞ പോലെ ഗണിതശാസ്ത്ര പ്രോജക്റ്റുകളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കുട്ടികളെ നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ്. ഏകദേശം 20 വർഷക്കാലമായി സാർ ഈ പ്രോസസ്സുമായി മുന്നോട്ട് പോകും. അപ്പൊ അതുകൊണ്ട് തന്നെ സാർ അത്രമാത്രം എക്സ്പെർട്ടാണ്, അത്രമാത്രം ഡെഡിക്കേറ്റഡ് ആണ്. അപ്പൊ സാറിന്റെ കെയർ ഒരു ക്ലാസ് അല്ല, സാർ ഓൾറെഡി ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്, എങ്കിലും നമ്മുടെ പ്ലാറ്റ്ഫോമുമായിട്ട് ബന്ധപ്പെട്ട് സാറിന്റെ ഒരു ക്ലാസ് നമ്മൾ അനൗൺസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഉടൻ തന്നെ നമുക്ക് ചെയ്യാം. എത്ര പേരാ സാർ ഒരു ബാച്ചിൽ? ഒരു 15-20 കുട്ടികളുണ്ടെങ്കിൽ, കാരണം കുട്ടികൾ ഉണ്ടെങ്കിലാണ് അതിന് 2-3 പേരെക്കാളും, കാരണം നമുക്ക് ആൻസർ കിട്ടാനും അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് കോമ്പറ്റീഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ഒരു 15-20 കുട്ടികളുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പ്രശ്നമൊന്നുമില്ല. അത് പിന്നെ സ്പ്രെഡ് ആയിക്കോളും, കാരണം പലരും കേട്ടറിഞ്ഞിട്ട് വന്നോളും. പ്രശ്നമൊന്നുമില്ല. ഒരു 10-15 കുട്ടികളുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുക. സാറിന്റെ ഫീസ് എത്രയാ പറഞ്ഞ? 10 days 1000 rupees അല്ലേ? 1000 rupees. 10 days. അപ്പൊ നമുക്ക് സാമാന്യം കണക്കിനെ നമ്മളോട് കൂടി ചേർത്ത് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാ ടെക്നിക്സും ഇപ്പൊ തന്നെ നമ്മൾ വെൽ വേഴ്സ്ഡ് ആയി കഴിഞ്ഞു. 2-3 ടെക്നിക് മാത്രമേ സാർ പറഞ്ഞുള്ളൂ. അപ്പൊ ആ രീതിയിൽ നിങ്ങളൊന്ന് പ്ലാൻ ചെയ്യുക. നമ്മളും കോർഡിനേറ്റ് ചെയ്ത് ഈ പ്രോസസ്സ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഗ്രൂപ്പിൽ ഒന്ന് ജോയിൻ ചെയ്യുക. സാറിന് 8 മണിക്ക് വേറെ ക്ലാസ് ഉണ്ട്. 5 minute സമയമുള്ളൂ. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കും പെട്ടെന്ന്. സാർ ഇതിലേ ചെറിയൊരു സംശയം. പറഞ്ഞോളൂ. നമ്മളിപ്പോ 95 × 95 ഗുണിക്കുന്നു. അപ്പൊ അതിനുപയോഗിച്ച മെത്തേഡ് അത് ഈ 18 × 18 വരുമ്പോ ചെറിയൊരു ഡിഫറൻസ് കാണുന്നെന്ന് തോന്നുന്നു, സംശയം. ഇപ്പൊ 95 × 95 ഗുണിച്ചോ? അതെ 95 × 95 എന്ന് പറയുന്നത് നമ്മൾ 100ന്റെ ലോവർ നമ്പറാണ് ഉപയോഗിച്ചത്. 100നേക്കാളും കുറഞ്ഞ നമ്പറാണ്. നമ്മൾ 18 എന്നുള്ളതിൽ ഉപയോഗിച്ച് 10നേക്കാളും കൂടിയതാണ്. അല്ലെങ്കിൽ 100 നമ്മൾ 10 ബന്ധപ്പെടുത്തി. അതിപ്പോ നമ്മൾ 108 ഉപയോഗിച്ച മെത്തേഡാണ് ഉപയോഗിച്ചത്. 10നേക്കാളും 8 കൂടുതലാണ്. ഇതിപ്പോ 108 എന്ന് പറയുമ്പോൾ 100നേക്കാളും 8 കൂടുതലാണ്.
അത് കൂടുതലാണ്. അപ്പൊ അവിടെ നമ്മൾ അഡിഷൻ ചെയ്യുന്നു. കുറവാണ്, ഇപ്പൊ 10ൽ കുറവാണ്. ഇപ്പൊ നമ്മൾ 9, 8 ചെയ്തപ്പോൾ ഉപയോഗിച്ചത് 10ൽ കുറഞ്ഞ നമ്പറാണ്. അവിടെ നമ്മൾ സബ്ട്രാക്ഷനാ ചെയ്തത്. 100ൽ അതെ. കൂടുമ്പോൾ നമ്മൾ അഡിഷൻ ചെയ്യുന്ന പോലെ 10ൽ കൂടുമ്പോൾ നമ്മൾ അഡിഷൻ ചെയ്യുന്നു. ഇതില് കേരി വന്നിട്ടില്ലല്ലോ. ഇതിലെ കേരി 18ന്റെ കാര്യത്തിൽ കേരി വന്നിട്ടുണ്ട്. മറ്റത് വന്നിട്ടുണ്ട്. നമ്മള് 2 ഡിജിറ്റ് അതേപടി എഴുതുമല്ലേ ചെയ്ത്. അതെ, അത് കാരണം ഇത് 2 ഡിജിറ്റ് നമ്പർ ആണ്. 95 എന്നുള്ളത് ഒരു 2 ഡിജിറ്റ് നമ്പർ ആണ്. നമ്മൾ 100 എന്നാണ് റിലേറ്റ് ചെയ്യുന്നത്. 100ന് 2 സീറോസ് ഉണ്ട്. അപ്പൊ ആ 2 ഡിജിറ്റിന്റെ ക്യാരി, അതായത് അതിലിപ്പോ 100നേക്കാളും കൂടുതലുള്ള ഒരു മൾട്ടിപ്ലിക്കന്റ് നമുക്ക് കിട്ടുകയാണെങ്കിൽ നമ്മൾ ക്യാരി ഉപയോഗിക്കണം. ഇപ്പൊ 25 ഇൻറ്റു 7ഉം അങ്ങനെ എന്തെങ്കിലും. അപ്പൊ 90, ഞാനിപ്പോ എക്സാമ്പിൾ കാണിക്കാം. ഇപ്പൊ 95 വരെ ഇപ്പൊ 82 ഒക്കെ ഉപയോഗിച്ച് കഴിയുമ്പോഴേ നമുക്ക് മോർ ദാൻ 2 ഡിജിറ്റ് നമ്പർ അല്ലെങ്കിൽ 3 ഡിജിറ്റ് നമ്പർ ആയിട്ടുള്ള ഒരു മൾട്ടിപ്ലിക്കന്റ് അവിടെ വരും. ആ സമയത്ത് നമ്മൾ ലെഫ്റ്റിലേക്ക് ആഡ് ചെയ്യണം. അതായത് ഇവിടെ ശരി. 82 എന്ന് പറഞ്ഞാൽ നമ്മൾ 18 ആണ് ഇവിടെ അതിന്റെ ഇതായിട്ട് കോംപ്ലിമെന്റ് ആയിട്ട് വരിക. ഇപ്പോ 18 ഇൻറ്റു 8 18 ഇൻറ്റു ഇവിടെ 09 ആ വരിക. അപ്പൊ ഇങ്ങനെയുള്ള മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോൾ നമുക്ക് മോർ ദാൻ 100 നമ്പറിലേക്ക് പോകും. അവിടെ വരുമ്പോൾ നമ്മൾ 2 ഡിജിറ്റ് നമ്പറിനെ അവിടെ വെച്ചിട്ട് ഒരു നമ്പറിനെ പുറകിലേക്ക്, തേർഡ് നമ്പറിനെ നമ്മൾ പുറകിലേക്ക് പോകും. ശരി. സാർ അത് 92 നോക്കാം, അപ്പൊ എളുപ്പം വരും. 92 നോക്കി 92 ആക്കിയല്ലേ 8 ആണ്. അല്ല 90 സാർ ഇവിടെ 98 അല്ല 92 വരെ 98 നാക്കാം. 98 നാക്കാം. അപ്പൊ അല്ല, അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. നമ്മൾ 100 കൂടുതൽ. ഇപ്പൊ ഞാൻ ഇത് ഇവിടെ 75 ആക്കാം. ഇവിടെ 95 ആക്കാം. ഇപ്പൊ 75 ആവുമ്പോൾ നമുക്ക് ഇവിടെ 25 കിട്ടും. ഇവിടെ 5 ആണ്, 05 ആ വരിക. അപ്പൊ നമുക്ക് 125 അവിടെ കിട്ടുക. 25 ഇൻറ്റു 5 125 ആ കിട്ടുക അല്ലെ. അപ്പൊ 125 എന്നുള്ള നമ്പർ 1നെ മാത്രം നമ്മൾ അപ്പുറം ആഡ് ചെയ്യണം. കാരണം ഇവിടെ 25 നമ്പർ വരെയാണ്. ഇത് 2 ഡിജിറ്റ് നമ്പർ ആണ്. 25 ഇൻറ്റു 2 125 ആണ്. അപ്പൊ ഈ കേസിൽ 75 മൈനസ് 5 70 ആണ്. അപ്പൊ 71 അവിടെ കിട്ടും. 7125 കിട്ടും. 75 മൈനസ് 5 70. അപ്പൊ ഇവിടെയുള്ള ക്യാരി ആയ 1 കൂടെ കൂട്ടി 71 125 കിട്ടും. അവിടെയാണ് ഇപ്പൊ ഈ മറ്റേ 1 ഡിജിറ്റ് നമ്പർ ആകുമ്പോൾ 1 ഡിജിറ്റിന്റെ പ്ലേസ് അവിടെ ഉണ്ട്, വേക്കന്റ് ആണ്. പക്ഷെ അവിടെ 2 ഡിജിറ്റ് ആകുമ്പോൾ ഒരു ക്യാരി ആയി മാറി സെക്കൻഡ് ഡിജിറ്റിന്. ഓക്കെ, ഗോപാൽ സാർ മനസ്സിലായല്ലോ അല്ലെ? മനസ്സിലായി. ഒന്ന് വന്നത് എങ്ങനെയാണ്? ഒന്ന് വന്ന 125ന്റെ ഒന്നാണ്. ഇവിടെ 70ഉം 125 വരിക. 25 ഇൻറ്റു 5 125 അല്ലേ. ആ ഒന്നില്ലേ, ഈ ഒന്നിനെ അപ്പുറത്തേക്ക് ആഡ് ചെയ്യണം. 71 ആകണം. ഓ അങ്ങനെ. അപ്പൊ അതിന്റെ അർത്ഥം നമ്മൾ 100 ബന്ധപ്പെടുന്നെങ്കിൽ 100ൽ 2 പൂജ്യങ്ങളുണ്ട്. അപ്പൊ 2 പൂജ്യങ്ങളാണ് നമ്മുടെ കോംപ്ലിമെന്റ്, അല്ലെങ്കിൽ ഈ 25ൽ രണ്ടൊക്കെ നമ്പറിന് മാത്രമേ അവിടെ സീറ്റ് ഉള്ളൂ. മൂന്നാമത്തെ നമ്പർ വരുമ്പോൾ പുറകോട്ട് പോകണം. 1000 ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ 3 നമ്പറിന് മാത്രമേ സീറ്റ് ഉള്ളൂ. 4ാമത്തെ നമ്പർ വരുന്നത് നമ്മൾ ക്യാരി ആയിട്ട് മാറും. സാറേ, ഒരു കാര്യം കൂടെ ഒന്ന് ചോദിച്ചോട്ടെ സാറേ. ഒരു 100ന് മുകളിലുള്ളതും ഒരു 90ക്ക് 100ന് താഴെ വന്നുള്ള നമ്പറുകൾ വന്നു കഴിഞ്ഞാൽ അതും ഇതേ ടെക്നിക്കാണോ സാറേ ഉപയോഗിക്കുന്നത്? ഞാനിപ്പോ ചെയ്യാം. ഇപ്പൊ 95ഉം 108 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാന്ന് വെച്ചോ. 95ൻ്റെത് നമുക്കിപ്പോ 05 വരിക. 90 ഇതിപ്പം 95 എന്ന് പറഞ്ഞാൽ ഇത് മൈനസ് 05 ആണ്, ഇത് പ്ലസ് 08 ആണ് അല്ലെ. അപ്പോൾ എത്ര? 8 5s are 40 എന്ന് കിട്ടും. ശരിയല്ലേ? ഇപ്പൊ ഈ കേസിൽ സെക്കൻഡ് ഡിജിറ്റ് നമ്പർ വരുന്നത് 108 മൈനസ് 5 അല്ലെങ്കിൽ 95 പ്ലസ് 8 രണ്ടായാലും 103 എന്ന് കിട്ടുന്നതാണ്. ക്ലിയർ ആയോ? 103 ക്ലിയർ ആയോ? ക്ലിയർ ആണ്. അപ്പോ പക്ഷെ ഈ മൈനസും പ്ലസും വരുമ്പോൾ മൈനസ് 40 എന്നാ കിട്ടും. 8 5s 8 ഇൻറ്റു 5 മൈനസ് 40 എന്നാ കിട്ടും അല്ലെ. അപ്പൊ ആ കേസിൽ എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ 10300 എന്നുള്ള മൈനസ് 40 അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നമ്പർ ചിന്തിക്കാം. 10300 മൈനസ് 40 ആണെന്ന് ചിന്തിക്കുക. അപ്പൊ 00 എന്ന് പറഞ്ഞാൽ 10260 എന്നുള്ള ആൻസർ വരും. അപ്പൊ 40യുടെ ഓപ്പോസിറ്റ് വരും. 40യുടെ ഓപ്പോസിറ്റ്. അതെ, 40നെ 100 സബ്ട്രാക്ട് ചെയ്തിട്ടുള്ള നമ്പർ 64 അല്ല 60 നമ്പർ വരും. 10260 എന്നുള്ള ആൻസർ വരും. മൈനസ് ആണ് 100 കുറച്ച് എഴുതാം. അതിനെ സബ്ട്രാക്ഷൻ ആയിട്ട് ചിന്തിക്കണം.
അത് പ്ലസും മൈനസും വരുമ്പോഴും ഒന്ന് താഴെ ഒന്ന് മേലെ ആവുമ്പോഴും ചെയ്യാൻ പറ്റും. അതിന് സാറേ നമ്മൾ മൈനസ് ഒന്നും പ്ലസ് ഒന്നും ഇട്ട് പോയാലേ നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടത്തുള്ളൂ അല്ലേ സാറേ? അത് അങ്ങനെ കിട്ടും. പക്ഷെ ഞാൻ തുടക്കത്തിൽ അത് പറയാത്ത എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഇത്രയൊന്നും വിശദീകരിക്കേണ്ടതെന്ന് ഞാൻ വിചാരിക്കുന്നത്. അതുപോലെ തുടക്കത്തിൽ മൈനസും ഒന്നും ഇട്ടിട്ട് കോംപ്ലിക്കേഷൻ ആക്കണ്ട. സംഭവം മനസ്സിലായി കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാലോ. ഇതൊരു പാറ്റേൺ ആയി കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് അത് ചെയ്യാം. താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ 8 മണി കഴിഞ്ഞു, സാറിന് സമയമായി. സാറേ ക്ലാസ് എന്ന് സ്റ്റാർട്ട് ചെയ്യും? ക്ലാസ് നമുക്ക് അനൗൺസ് ചെയ്യാം. ഈ ആഴ്ച അടുത്ത ആഴ്ചത്തേക്ക് സ്റ്റാർട്ട് ചെയ്യും. അടുത്ത ആഴ്ച സ്റ്റാർട്ട് ചെയ്യാം. മെയ് ഫസ്റ്റ് വീക്ക് ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. മെയ് ഫസ്റ്റ് വീക്കിൽ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങളെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മതി. സാർ ഒറ്റൊരു ഡൗട്ട്. അതായത് സാറ് പിന്നെ ഈ 10 ദിവസം ക്ലാസ് പറഞ്ഞല്ലോ, അത് ഇവിടെയുള്ള കുട്ടികൾക്കാണല്ലേ? പുറത്ത് ഇപ്പം എവിടെയെങ്കിലും UK, ഓസ്ട്രേലിയ അങ്ങനെയുള്ള കുട്ടികൾക്ക് ചെയ്യാം. പുറത്ത് ഔട്ട്സൈഡ് കേരളയും ഔട്ട്സൈഡ് ഇന്ത്യയും പിന്നെ എവിടെയും ചെയ്യാം. ഓക്കെ സാർ. സാറേ അത് അറിയാൻ വേണ്ടിട്ടാ. ഒരു കുഴപ്പമില്ല. ഓക്കെ താങ്ക് യു സാർ. ഓൺലൈനാണ് ക്ലാസ്. അതെ. അത് ഇംഗ്ലീഷും മലയാളം രണ്ടും മിക്സ് ആക്കിയിട്ട് ക്ലാസ് എടുക്കാം. കാരണം എന്റെ ക്ലാസ്സുകളിൽ പലപ്പോഴും അങ്ങനെയുള്ള കുട്ടികളുണ്ടാവും. ഇംഗ്ലീഷും മലയാളം മിക്സ് ആക്കിയിട്ട് രണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാം. മലയാളം അറിയുന്ന കുട്ടികളാണ് കുറച്ച് കേട്ടാല്. ഇംഗ്ലീഷിലും മലയാളത്തിലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. മാത്സിന് അതുകൊണ്ട് മാത്സ് ആയതുകൊണ്ട് അത്ര കമ്മ്യൂണിക്കേഷൻ പ്രശ്നമല്ല, ലാംഗ്വേജ് പ്രശ്നമല്ല. കാരണം ഡിജിറ്റ്സ് എല്ലാ സ്ഥലത്തും ഓൾമോസ്റ്റ് അക്സെപ്റ്റബിൾ ആണ്. കുഴപ്പമില്ല. ഓക്കെ സാർ, താങ്ക് യു. അതറിയാൻ വേണ്ടി. താങ്ക് യു വെരി മച്ച്. നമുക്ക് വീണ്ടും കാണാം. നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു. ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. ഈ വേദിക് മാത്സിനകത്ത് ഈ ഡിവിഷനും ഇതുപോലുള്ള ഷോർട്ട് ഫോംസ് ഉണ്ടോ? ഷോർട്ട് ഫോംസ് ഉണ്ട്. അല്ലേ, മൾട്ടിപ്ലിക്കേഷൻ മാത്രമാണല്ലോ നമ്മൾ നോക്കിയത്. അതെ, ഡിവിഷനും അതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് ആൻസർ എഴുതാം. സർപ്രൈസിങ് മെത്തേഡ് ആണ്. നമുക്ക് ഡിവിഷൻ ഒക്കെ എങ്ങനെ ചെയ്യാൻ കഴിയുമെന്ന് നമ്മൾ അത്ഭുതപ്പെട്ടു. ഡിവിഷൻ ഒരു 1 സ്റ്റെപ്പ് ആയിട്ട് നമ്മളിപ്പോ മൾട്ടിപ്ലിക്കേഷൻ ചെയ്തതുപോലെ 1 സ്റ്റെപ്പ് ആയിട്ട് ആൻസർ എഴുതാം ഇൻ മൈൻഡ്. ഒരു ഡിഫിക്കൽട്ടും ഇല്ല. ഓക്കെ സർ, താങ്ക് യു സർ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ ഈ ഗ്രൂപ്പിൽ ഒന്ന് ജോയിൻ ചെയ്യുക. തീർച്ചയായിട്ടും നമുക്ക് മെയ് മാസം ഫസ്റ്റ് വീക്ക് മുതൽ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. മെന്റൽ മാത്തമാറ്റിക്സിനോ ഈസി മാത്സിനോ അല്ലെങ്കിൽ റിയലിസ്റ്റിക് മാത്സിനോ വേദിക് മാത്സിനോ ഒക്കെ പറയാം. എന്നാണെങ്കിലും നമ്മളുടെ ബ്രെയിനിനെ അത് വളരെ ഈസി ആയിട്ട് കാൽക്കുലേഷൻ സഹായിക്കും. നമ്മൾ എന്ന് പറയണ്ട, തീർച്ചയായിട്ടും ഇതിന്റെ ഗുണഭോക്താവ് കുട്ടികൾ തന്നെയാണ്. നമ്മൾ പക്ഷെ പഠിച്ചു കഴിഞ്ഞാൽ ഈ പ്രോസസ് കൃത്യമായിട്ട് അവരിൽ എത്തിക്കാനും ഇങ്ങനെയൊക്കെ 2 ക്വസ്റ്റ്യൻ കുട്ടികളോട് ചോദിച്ചാൽ മതി അല്ലെ. ഇതുപോലത്തെ 2 ക്വസ്റ്റ്യൻ എഴുതിയിട്ട് ഇതൊന്ന് ചെയ്ത് കാണിക്കുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിന്റെ റിയലിസ്റ്റിക് ആയിട്ട് അത് ചെയ്ത് കാണിച്ച് കഴിയുമ്പോൾ കുട്ടികളുടെ മുഖത്ത് വിരിയുന്ന ആ ചിരി ഒന്ന് ഓർത്താൽ മാത്രം മതി. ശരിക്കും ഇതിന്റെ ഫലം നമുക്കത് കൃത്യമായിട്ട് കിട്ടും. ഓക്കെ, അപ്പം ഈ ഒരു മാസം മാത്രമേ കാണത്തുള്ളൂ ക്ലാസ്? ഇല്ല, ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ചെയ്യാം, കുഴപ്പമില്ല. കാരണം ഇത് വളരെ ഗുണകരമായി. സാറ് ഒത്തിരി കാലമായിട്ട് ഇത് ചെയ്യുന്നതാണ്. പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഒത്തിരി സ്റ്റെപ്പുകൾ നോക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ക്ലാസ് വെച്ചത്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് കണ്ടിന്യൂസ് ചെയ്യാം. അത് തന്നെയല്ല, ശരിക്കും സാറ് കണ്ടക്ട് ചെയ്യുന്ന ഒരു 30 ഡേയ്സ് ക്ലാസ് ആണ്. 30 ഡേയ്സ് ക്ലാസ്സിന് ഏതാണ്ട് 4500 rupees ആണ് സാർ ചാർജ് ചെയ്യുന്നത്. 30 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ആ ക്ലാസ്സിലൂടെ കടന്നു പോകുമ്പോൾ മാത്സിന്റെ എല്ലാ ടെക്നിക്കുകളും ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. ഇവിടെ ഇപ്പൊ നമ്മൾ അത്രയും ചെയ്യുന്നില്ല. കാരണം അത് ആവശ്യമെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ ഹയർ തലത്തിൽ നമുക്ക് പോകാം. ഒരു ട്രെയിനർ, സ്കൂൾ ടീച്ചേഴ്സ് അങ്ങനെയുള്ളവർക്ക് ഒരു ട്രെയിനർ തലത്തിൽ പോകണമെങ്കിൽ തീർച്ചയായിട്ടും ആ ക്ലാസ്സുകളിലൂടെ കടന്നു പോകണം. ഇത് വളരെ കുറച്ച് ബേസ്. പക്ഷെ നോർമലി നമുക്ക് ഒരു കുട്ടികൾക്ക് വേണ്ട എല്ലാ ക്ലാസ്സും ഈ 10 ദിവസത്തിനുള്ളിൽ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ബൈ പ്രാക്ടീസ് ആണ്. സാറിപ്പം പറഞ്ഞ് നമുക്കെല്ലാം മനസ്സിലായി. 2 ദിവസം നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നമ്മളിത് മറന്നു. അപ്പോൾ പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു സാധ്യത ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിലേക്ക് നമുക്ക് കടന്നു വരാം. അതല്ല, ഇപ്പൊ ഞാൻ പ്രധാനമായിട്ട് എന്റെ മോക്ക് വേണ്ടിയിട്ടാണ്. നമ്മള് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് കേരള സിലബസ് ആയിരുന്നു. അപ്പം ഈ DPIP ആയതുകൊണ്ട് മാത്സിൽ ഒന്നും അറിയാതെ പോയി. പക്ഷെ പട്ടികകളെല്ലാം പഠിച്ചു. എങ്ങനെ അതിന്റെ കുറയ്ക്കുന്നതും അതൊന്നും അറിയത്തില്ല. പൈസ കൈകാര്യം ചെയ്യാനൊന്നും അറിയത്തില്ല ഇപ്പോഴും. അതാണ് പ്രശ്നം. യെസ്. അപ്പൊ ഇത് കൺവെൻഷണൽ മാത്സിൽ നിന്ന് സ്വല്പം വ്യത്യാസമുണ്ട്. കൺവെൻഷണൽ മാത്സ് ആസച്ച് നമ്മൾ പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ എഴുതേണ്ടി വരും. പക്ഷെ ഈ മാത്സ് എനിക്ക് അറിയാം, അല്ലെങ്കിൽ എനിക്ക് വളരെ കൃത്യമായിട്ട് മാത്സ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് കൃത്യമായിട്ട് നമുക്ക് ഇതിൻ്റെ അത് ക്രിയേറ്റ് ചെയ്യാം. അതോടുകൂടി ഈ പറയുന്ന പേടിയും പ്രശ്നങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഒരു. സാർ അത് 100% ഗ്യാരണ്ടിയാണ് പറയുന്നത്. സാറിന്റെ ക്ലാസ്സിലൂടെ കടന്നു പോകുമ്പോൾ മാത്സിന്റെ പേടി മാറ്റി കൃത്യമായിട്ട്
റിസൾട്ട് കിട്ടുന്ന രീതിയിലേക്ക് മാത്സ് കൊണ്ടുവരാൻ സാറിന് ഈ കഴിഞ്ഞ 24 വർഷം സാറിന്റെ ഒരു അധ്വാനം ഇതിന്റെ പുറകിലുണ്ട്, ഉണ്ടായിട്ടുണ്ട് എന്നാണ് സാർ പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് പറയാലോ, ഇപ്പൊ നമ്മൾ ഇപ്പൊ പഠിച്ചത് മാത്രം നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയാൽ എത്രമാത്രം പ്രയോജനകരമായി നമുക്ക് അതിനെ ഉപയോഗിക്കാൻ പറ്റുമെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. മനസ്സിൽ ഈ അൽഷിമേഴ്സ് ഒക്കെ ഉള്ളവർക്കൊക്കെ അത് നല്ലതാണ്. നമ്മുടെ ഈ മൊബൈല് വന്നതല്ലേ ഈ അൽഷിമേഴ്സിനൊക്കെ പ്രധാനപ്പെട്ട ഒരു കാരണം. വീട്ടിലെ എത്ര പേരുടെ നമ്പർ അറിയാം? ചുരുക്കം അല്ലെ, 1-2 നമ്പർ. പക്ഷെ എത്രയോ നമ്പറുകൾ അറിയാൻ പറ്റുന്ന നമ്മുടെ ബ്രെയിൻ യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ ഇവിടെ ബ്രെയിൻ യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി കൂട്ടുക. അപ്പം ആന്റി ഏജിങ് പ്രോസസ്സുകൾ ഒത്തിരി മാറും. ഡേവിഡ് സാർ എന്താ പറയുന്നത്? പറയും, എന്നെ പറയാനുള്ള പറഞ്ഞോളൂ, ചോദിക്കാനുള്ള ചോദിച്ചോളൂ. അതല്ല, ഇപ്പൊ തന്നെ ഈ ഇത് ചെയ്തപ്പോഴേക്കും നമ്മുടെ ആ ഒരു നല്ലൊരു മൈൻഡ് ഫോക്കസ് ചെയ്യുന്നുണ്ട്. അതുവരെ ഇങ്ങനെ ആ ഒരു ശ്രദ്ധ വരാനായിട്ടുള്ള ഒരു ഇത് ഉണ്ടായി. മറ്റേന്ന് പറഞ്ഞാൽ 2 ഡിജിറ്റ് 3 ഡിജിറ്റ് മാത്രമേ നമ്മൾ ചെയ്തു. ഇതിനു മുമ്പ് നമ്മൾ മെന്റൽ മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞൊരു ക്ലാസ് നിങ്ങൾ യൂട്യൂബിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ക്ലാസ്സുകൾ 4-5 ക്ലാസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അന്ന് നമ്മൾ ഇതുപോലത്തെ പ്രോഗ്രാം ചെയ്തിരുന്നു. ഇതിപ്പം പ്രദീപ് സാറ് സ്വല്പം കൂടെ എല്ലാവരിലും ഇത് എത്തിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് ഈ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനോട് ജോയിൻ ചെയ്തിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. വേദിക് മാത്സ് ആണോ ഇതിന്റെ ബേസ് ഉള്ളിടെ? വേദിക് മാത്സ് അല്ല സാർ, 12 ഫോർമുലാസ് ആണ് സാർ അപ്ലൈ ചെയ്യുന്നത്. വേദിക് മാത്സ് തന്നെയാണ്. അതിലെ പലതരം, ഇപ്പൊ 100-നോട് ചേർന്ന് 10-നോട് ചേർന്ന് 1000-ഓട് ചേർന്നുള്ള നമ്പറുകൾക്ക് ഒരു ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നത്. അത് സ്ക്വയർ റൂട്ടിന് ടെക്നിക്ക്. ഞാൻ ചോദിച്ചത് എല്ലാം വേദിക് മാത്സ് 12 തരത്തിലുള്ള സൂത്രങ്ങളാണ് അതിന് ഉപയോഗിക്കുന്നത്. അത് തന്നെ വേദിക് മാത്സ് തന്നെയാണ്. ഇന്ത്യയിലെ സാർ പേര് പറഞ്ഞത്, പേര് മറന്നുപോയി. ആ ഒരു മഹർഷി അല്ലെങ്കിൽ ഒരു സന്യാസിയാണ് അത് കൃത്യമായിട്ട് ഉപയോഗിച്ചത്. ഭാരതി കൃഷ്ണതീർത്ഥ. അത് തന്നെ. യെസ്. ക്ലാസ് 3 ആയോ ഇപ്പൊ? ഇല്ല സാർ, ഇതിന്റെ ഒരു ക്ലാസ് ശനിയാഴ്ച ഒരു ക്ലാസ് നമ്മൾ ഇതുപോലെ തന്നെ ഡെമോ എടുത്തിരുന്നു. നമ്മളൊരു പ്രോഗ്രാം ആയിട്ട് ചെയ്യാൻ പോവാണ്. ഇതിപ്പോ രണ്ടാമത്തെയാണ് ക്ലാസ്? ഇത് രണ്ടാമത്തെ. ഈ ക്ലാസ് ആണ്. ഇതുപോലെ തന്നെയായിരുന്നു മറ്റേ ക്ലാസ്. ഇത്രയും പറഞ്ഞില്ല ആ ക്ലാസ്സിൽ. കുറച്ച് ഇൻട്രൊഡക്ഷൻ പറഞ്ഞ സമയം പോയാൽ. ഇന്ന് പറഞ്ഞതിന്റെ അത്രയും അന്ന് പറഞ്ഞ തന്നെയാണ്. എന്തായാലും നമ്മൾ മെയ് ഫസ്റ്റ് വീക്ക് മുതൽ നമ്മളൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്ന ബാച്ചിൽ ഒരു 15 പേര്, എല്ലാവരുടെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി ചെറിയ ചെറിയ ബാച്ചുകളായിട്ട് അറ്റൻഡ് ചെയ്യും. സാറേ അത് ഈവനിങ് ടൈമിലായിരിക്കുമോ സാറേ ക്ലാസ്? 8 to 9. ഇപ്പൊ സാറേ 8 മുതൽ ഒരു ക്ലാസ് ഉണ്ട്, 8 to 9 ഒരു ക്ലാസ് ഉണ്ട്. അതിന് സാർ പോയി. അത് നമുക്ക് ഫ്ലെക്സിബിൾ ആയിട്ട് വെക്കാം. മോർണിംഗ് ടൈം വെക്കാം, ഈവനിങ് ടൈം വെക്കാം. ഇതില് പിന്നെ രാവിലെ 5:15 ക്ലാസ് വെച്ചിരിക്കുന്നത് എന്തുവാ? 5:15 മെഡിറ്റേഷൻ ആണ്. മെഡിറ്റേഷൻ നമ്മുടെ ഈ സെയിം ലിങ്കിൽ കയറി കഴിഞ്ഞാൽ രാവിലെ 5:15 6 മണി വരെ ഒരു 6-6:15 വരെ ഒരു മെഡിറ്റേഷൻ ഉണ്ട്. നമ്മുടെ EFT അങ്ങനെയുള്ള പ്രാണായാമം, EFT, അതുപോലെ മൈക്രോ എക്സസൈസ്, ആന്റി ഏജിങ് എക്സസൈസ്, ഇങ്ങനെയുള്ള പല പാറ്റേൺസിലുള്ള ഒരു മെഡിറ്റേഷൻ പ്രോഗ്രാം ആണ്. ഒരു മെഡിറ്റേഷൻ കാണും, അഫർമേഷൻ കാണും, എല്ലാ സാധനങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു ക്ലാസ്സാണ്. 8:15, 8:20 ഒക്കെ ആകുമ്പോൾ തുടങ്ങുന്നത്. നമ്മൾ ഇന്ന് കയറിയ അതേ ലിങ്കിൽ തന്നെ രാവിലെ മോർണിംഗ്, സൺഡേ ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും രാവിലെ 8 മണിക്കല്ലേ? രാവിലെ 5:15, മോർണിംഗ് 5:15. അല്ല 8:15 എന്ന് പറഞ്ഞത് കൊണ്ട് ചോദിച്ചതാ. 5:15 നമ്മൾ ഈ ക്ലാസ് കണ്ടക്ട് ചെയ്യാൻ 8 മണിക്ക് ശേഷം. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. ഇതൊക്കെ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു പ്രോസസ്സിംഗ് ആണ്. നമ്മൾ പഠിച്ച് അതിനെ കുട്ടികളിലേക്ക് പ്രാക്ടീസ് ചെയ്യുന്നത് എളുപ്പമാണ്. അല്ലെങ്കിൽ കുട്ടികളാകുമ്പോൾ ഇച്ചിരി ഫാസ്റ്റ് ആയിട്ട് ഇത് ചെയ്യാൻ പറ്റും. നമ്മൾ കുട്ടികളും കൂടെ ഒരു ബാച്ച് ആണെങ്കിൽ നമ്മൾ തോറ്റുപോകും, ഉറപ്പാണ്. കാരണം അവർ വളരെ ഫാസ്റ്റ് ആയിട്ട് ആൻസറുകൾ പറയും. പെട്ടെന്ന് അവർക്ക് ആ പാറ്റേൺ മനസ്സിലാവും. നമ്മുടെ ബ്രെയിൻ ശരി പുറകോട്ടാണോ? കുട്ടിക്ക് പേഴ്സണൽ ആയിട്ട് എടുക്കുക ക്ലാസ് ഇല്ലല്ലോ? പേഴ്സണൽ ആയതിനേക്കാൾ നല്ലത് എപ്പോഴും ഇങ്ങനത്തെ ക്ലാസ്സുകൾ ഇരിക്കുന്നതാണ്. എനിവേ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സാറിനോട് പറയാം. പ്രാക്ടീസ് ആണ്. ഇപ്പൊ നമ്മള് 2 ഡിജിറ്റും 3 ഡിജിറ്റും 4 ഡിജിറ്റിന്റെയും പ്രാക്ടീസ് ചെയ്യുന്നതാണ് മെന്റൽ തലത്തിലേക്ക് ഇതിന്റെ ആ
റൈറ്റ് സൈഡിലുള്ള മൾട്ടിപ്ലൈ ചെയ്യുക, ദെൻ ആഡ് ചെയ്യാനുള്ള ആഡ് ചെയ്യുക, സബ്സ്ട്രാക്ട് ചെയ്യുക അല്ലെങ്കിൽ ആഡ് ചെയ്ത് അടുത്ത 2 ഡിജിറ്റ് ആയിട്ടോ 3 ഡിജിറ്റ് ആയിട്ടോ മാറ്റി. ഇതെല്ലാം മെന്റൽ കാൽക്കുലേഷൻ ആണ്, പേപ്പറിന്റെ ആവശ്യമില്ല ഇത്. അപ്പൊ അത് പ്രാക്ടീസ് ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ബ്രെയിനിൽ അത് ആ ഒരു പാറ്റേൺ ജനറേറ്റ് ചെയ്ത് അതൊരു ഹാബിച്വൽ ആകുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് അത് ഓർത്തിരിക്കാൻ പറ്റും. നമ്മളെ സംബന്ധിച്ചുള്ള അത്ര എളുപ്പമല്ല, കുട്ടികൾക്ക് വളരെ ഈസിയാണ്. അല്ല, കുട്ടികള് അവര് ഈ ഇത് പഠിച്ചിട്ടില്ല, അതുകൊണ്ടാണ്. ഇപ്പൊ ഗുണനപ്പട്ടിക അറിയാം, സങ്കലനം അറിയത്തില്ല. അത് കണ്ടിന്യൂസ് ആയിട്ട് വെയിറ്റ് ചെയ്യൂ, നമുക്ക് ക്ലാസ്സിലൂടെ കടന്നു പോകും, അത് ശരിയായിക്കോളും, ആശങ്കപ്പെടാം. അല്ല, എനിക്കല്ല, കുഞ്ഞിന്റെ കാര്യം, കൊച്ചിന്റെ അതാ കാര്യം പറഞ്ഞല്ലേ, നമ്മൾ കോൺഫിഡൻസ് ആയിട്ട് ഇരിക്കും. നമ്മുടെ കോൺഫിഡൻസ് ആണ് കുട്ടിയുടെ കോൺഫിഡൻസ്, ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളൂ, പേടിക്കണ്ട. ഇല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, കുഴപ്പമൊന്നും. ഓഫ്ലൈൻ വർക്ക്ഷോപ്പുകളും സാർ ചെയ്യാറുണ്ട് കേട്ടോ, ഓൺലൈൻ മാത്രമല്ല. ഇപ്പൊ പോപ്പുലർ ആയിട്ടുള്ളത് ഓൺലൈനാണ്, കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകും എന്നുള്ളതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത് മാത്രം. ഓഫ്ലൈൻ ആയിട്ടും സാർ ചെയ്യുന്നു. മെജോ എന്നാ പറഞ്ഞ? സാബു സാറേ, ശരിക്കും ഈ കോൺസെൻട്രേഷൻ ഒക്കെ വിട്ടു നിൽക്കുന്ന സമയത്തെ, ഫോക്കസ് ഇല്ലാത്ത സമയത്തൊക്കെ ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ കേട്ട് കഴിയുമ്പോൾ നമുക്ക് തന്നെ നല്ലൊരു പവറാണ്, ഒരു കോൺഫിഡൻസ് വരികയാണ്. കാരണം നമ്മളെ കൂടെ ചെയ്യാൻ പറ്റുമെന്നുള്ളത് വലിയൊരു ഭാഗ്യം തോന്നുന്ന സാധനം കൺവേർട്ട് ചെയ്ത് എത്ര സിമ്പിൾ ആണെന്ന് തോന്നിക്കുന്ന ക്ലാസ്സുകളാണ് ഇപ്പൊ സാറ് തരുന്നത്. അതുപോലത്തെ ക്ലാസ്സുകളാണ് സാർ എല്ലാം കോർഡിനേറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്യുന്നത്. പ്രത്യേക അഭിനന്ദനം സാറേ, ഇങ്ങനെ ഒരു എൻറിച്ച്ഡ് സെഷൻസ് ഒക്കെ കോർഡിനേറ്റ് ചെയ്യുന്നതിൽ. ഇതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും, നമ്മുടെ ബ്രെയിൻ അത്രമാത്രം കപ്പാസിറ്റി ഉണ്ട്. പക്ഷെ പലപ്പോഴും നമ്മൾ ഇപ്പൊ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി, നമ്മള് ഒരു സ്മാർട്ട് ഫോൺ കൈ കിട്ടിയാൽ നമ്മൾ എന്തിനായിരിക്കും കൂടുതൽ സമയം ചെലവഴിക്കുന്നത്? തീർച്ചയായിട്ടും ഈ സർഫിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിലേക്ക് പോകും. പക്ഷെ അവിടെയൊക്കെ ക്രിയേറ്റീവ്, ഇപ്പൊ നമ്മുടെ ന്യൂ ജനറേഷനൊക്കെ അങ്ങനെയാണ്. നമ്മുടെ കുട്ടികളൊക്കെ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, അവരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഞങ്ങൾക്ക് റിലാക്സ് ചെയ്യണ്ടേ, ഇത് കണ്ടാൽ തന്നെ കുഴപ്പമോ, ഇതിൽ നിന്ന് എന്തൊക്കെ പഠിക്കാനുണ്ട്. പക്ഷെ അതിനേക്കാളും കൃത്യമായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒത്തിരി കാര്യങ്ങൾ ഈ രീതിയിൽ പഠിക്കാം. നമ്മുടെ ബ്രെയിനിനെ ഒരു എന്താ പറയുന്ന ഒരു കംഫർട്ട് സോണിലേക്ക് അറിയാതെ ഈ പറയുന്ന എല്ലാം കൊണ്ടുപോകും. അപ്പൊ അതിന് നമ്മൾ ഒന്ന് ശ്രമിച്ചാൽ, അവരെ ഈ രീതിയിലൊന്ന് വഴിതിരിച്ചു വിട്ടാൽ തീർച്ചയായിട്ടും അതൊരു വ്യത്യസ്തമായ രീതികളാണ്. ഇപ്പം മെജോ തന്നെ അറിയാലോ, എഞ്ചിനീയറിംഗ് കോളേജിലും അല്ലെങ്കിൽ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ എന്റർപ്രണർഷിപ്പ് ഇംപ്രൂവ് ചെയ്തിട്ട് ഒത്തിരിയും അങ്ങനെയുള്ള സ്റ്റാർട്ടപ്പ് മെഷീനുമായിട്ട് കണക്ട് ചെയ്ത് ഒത്തിരി കുട്ടികളെയൊക്കെ ബ്രെയിൻ സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട്. ഓട്ടോമാറ്റിക്കായിട്ട് അവര് വളരെ കൃത്യമാണ്, ഇല്ല അങ്ങനത്തെ വർക്ക് ചെയ്യുന്നില്ല, YIP പോലത്തെ പ്രോഗ്രാംസ് ഒത്തിരി ചെയ്യുന്നുണ്ട്. അപ്പൊ ഓട്ടോമാറ്റിക്കായിട്ട് അവർക്ക് മറ്റൊരു തലം അവരുടെ മനസ്സിൽ അങ്ങ് വരുവാണ്. പിന്നെ അവർക്ക് പഠിക്കുന്നതും പ്ലസ് ഇത് മതി, ബാക്കിയുള്ളതിന് സമയം മാറ്റി വെക്കേണ്ട കാര്യമില്ല എന്ന് തോന്നുന്ന രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഇതുണ്ടോ? ശരിയാ, ആ വഴി ഒന്ന് തിരിച്ചു വിട്ടാൽ മാത്രം മതി, അന്ന് ചാനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളത് അവർ നോക്കിക്കോളും. ഇവര് ഈ മൊബൈൽ കൊണ്ടിരിക്കുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് പുറത്തേക്ക് ഇറക്കി വിടാനോ അല്ലെങ്കിൽ ഈ രീതിയിൽ ഒന്ന് കൺവേർട്ട് ചെയ്യാനോ അതിന് നമ്മൾ അറ്റ്ലീസ്റ്റ് ഇത് അറിഞ്ഞിരിക്കണം. ഇതിപ്പം എല്ലാ സബ്ജക്റ്റിനോടും താല്പര്യമുള്ള കുട്ടികള് ചില സമയത്ത് കണക്കിന് പേടിയുള്ള കുട്ടികളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അനുഗ്രഹമാണ് സാറേ. കാരണം ബാക്കിയെല്ലാം അവർക്ക് അറിയാം, എല്ലാം പേടിയൊന്നുമില്ല. പക്ഷെ കണക്ക് എന്ന് പറയുമ്പോ എന്തോ ഒരു ചെറിയ പേടിയുള്ള കുട്ടികൾ ചിലവരുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട് സ്കൂളിലൊക്കെ പോയിട്ടാകുമ്പോ. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു സംഭവം കിട്ടുകയാണെങ്കിൽ അവര് ഭയങ്കര ഹാപ്പി ആയിരിക്കും. പക്ഷെ പറഞ്ഞ പോലെ ലോകത്തിന്റെ സ്പന്ദനം കണക്കിലാണ്. അപ്പൊ കണക്ക് ഫെയിലായ എല്ലാം ഫെയിലാകും. അതെ 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 അത് എനിക്കൊരു അനുഭവമാണ്. എന്റെ ബ്രദർ മെറ്റലർജിയാണ്, പുള്ളി 547 മാർക്കൊക്കെ മേടിച്ച് പാസ്സായ ആളാണ്. പുള്ളി എഞ്ചിനീയറിംഗ് കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു ഞാൻ മെറ്റലർജിയാണ് എടുക്കുന്നത്, മെറ്റലർജി സബ്ജക്റ്റ് ആണ് എടുക്കുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ അങ്ങനെ എടുക്കുന്നത്? അതിനകത്ത് മാത്സ് കുറവാണ്. പക്ഷേ എഞ്ചിനീയറിംഗ് പഠിക്കുന്നവർക്കറിയാം അതിന്റെ 5 സെമസ്റ്റർ മാത്സ് ഉണ്ട്, ഏത് ബ്രാഞ്ച് ആണെങ്കിലും. അപ്പൊ മാത്സ് ഒഴിവാക്കിയിട്ട് ഒരു പഠനമില്ല. മാത്സിന് ഡൗൺ ആയാൽ ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാ ഭാഗവും ഡൗൺ ആവും. അപ്പൊ അതിനെ നമ്മൾ സ്നേഹിക്കുക, ഇഷ്ടപ്പെടുക, കൂടുതൽ നമ്മുടെ കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ പ്രോസസ്സിലൂടെ വരുന്നത്. എന്തായാലും നമുക്കൊരു ശ്രമം നടത്താം, നിങ്ങളും കൂടെ ഒന്ന് ശ്രമിക്കും. തീർച്ചയായിട്ടും എങ്ങനെ നമുക്ക് പുതിയ ജനറേഷനിലേക്ക് ഇതൊക്കെ എത്തിക്കാമെന്ന് സാർ പറഞ്ഞു. സാർ കഴിഞ്ഞ ക്ലാസ് ശ്രദ്ധിച്ചറിയാം, കേരള ഗവൺമെന്റിന്റെ പല തലങ്ങളിൽ പോയി ഈ മെത്തേഡ് ഇംപ്ലിമെന്റ് ചെയ്യണമെന്ന് സാർ പല രീതിയിൽ പറഞ്ഞു നോക്കും. പക്ഷെ അതൊന്നും പ്രായോഗികമായില്ല. പക്ഷേ ഈ സിസ്റ്റം കണ്ടുപിടിച്ച് 5 വർഷത്തിനുള്ളിൽ കേംബ്രിഡ്ജ് സർവകലാശാലയിൽ ഈ പ്രോസസ് ചെയ്യുന്നുണ്ട്. പല വിദേശ രാജ്യങ്ങളിലും ഈ വേദിക് മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ ഈ മെന്റൽ മാത്തമാറ്റിക്സ് ഉപയോഗിച്ച് കാൽക്കുലേഷൻസ് ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കുന്നു.
പക്ഷെ നമ്മുടെ കണ്ടുപിടിച്ച ഇന്ത്യയിൽ ഈ ഒരു സിസ്റ്റം മുന്നോട്ട് പോകുന്നില്ല. അതിന് വേറെ പല കാരണങ്ങളും സാറ് പറഞ്ഞിരുന്നു. പല ലോബികളും അതിന്റെ പുറകിലുണ്ട്. പക്ഷെ നമുക്ക് ഒരു ലോബിയുടെ പ്രശ്നമില്ലല്ലോ. നമുക്കിത് എവിടെ വേണമെങ്കിലും എത്തിക്കുന്നതിന് കുഴപ്പമില്ല. അപ്പം എങ്ങനെ ഇത് പഠിക്കുക, ഇത് പ്രായോഗിക ജീവിതത്തിലേക്ക് കൊണ്ടുവരിക, അവരുടെ ലൈഫ് സക്സസിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഇതിനൊരു കാരണമാകാൻ നമുക്കും ഒരു ചാൻസ് കിട്ടിയാൽ നമ്മളത് ഉപയോഗിക്കുക. ഞാനും ഈ പ്ലാറ്റ്ഫോം ഒക്കെ ഉപയോഗിക്കുന്ന ആ ഒരൊറ്റ കോൺസെപ്റ്റിലാണ്. ഇതിനൊക്കെ ക്ലാസ്, ഇതിനുള്ള എല്ലാ പേയ്മെന്റും എല്ലാം ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് മുടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ചില ക്ലാസ്സുകൾ നടത്തുന്ന അതിന്റെ പേയ്മെന്റ് ഞാൻ മേടിക്കുന്നുണ്ടെന്നുള്ളത് ശരിയാണ്. എങ്കിലും പക്ഷെ ഇതിനൊരു നമ്മള് ഒരു സോഷ്യൽ സർവീസ് ആയിട്ട് ഇതിനെ കണ്ടു കഴിയുമ്പോൾ ഇത് നമുക്ക് നിർത്താൻ പറ്റുന്നില്ല എന്നുള്ളതാണ് സത്യം. ഓക്കെ, സർ കീപ് ഓൺ ഗോയിങ്. ഓൾ സപ്പോർട്ട് ഫ്രം അവർ സൈഡ് ഫോർ ഇത്രയും ഒരു എഫേർട്ട് എടുക്കുന്നതില്ലേ ഞങ്ങളുടെ എല്ലാ പിന്തുണയും ഉണ്ട് സാറിനോടൊപ്പം. തീർച്ചയായിട്ടും നിങ്ങളുടെ ആ പവറാണ് എന്നെ നിലനിർത്തുന്നത്. കാരണം ഇല്ലെങ്കിൽ എനിക്ക് വൈകുന്നേരം 7 മണി മുതൽ 9 മണി വരെയുള്ള ഒരു സ്ഥലത്തും പോകാൻ പറ്റത്തില്ല, ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അവിടെയും നമുക്ക് മുന്നോട്ട് പോകണം എന്നുള്ള ആ ഒരു നിങ്ങൾ തരുന്ന ഈ സ്നേഹവും അപ്രീസിയേഷനും ഒക്കെ അതിനകത്തൊരു കാരണം തന്നെയാണ്. ജ്യോതികുമാർ സാർ എന്തെങ്കിലും പറയും? സാർ ഞാൻ ചോദിക്കുന്നത്, ഇദ്ദേഹത്തെ പോലെ നമ്മള് ഒരു ആളെ നമ്മൾ ഒരു ക്ലാസ് എടുത്തിരുന്നില്ലേ? എടുത്തിരുന്നു. അത് വേറൊരാളല്ലേ? അത് വേറെ സാറാണ്. സാറിന്റെ പേര് സഹദേവൻ സാർ. സഹദേവൻ സഹദേവൻ സാറിന് ഒരു 3 ക്ലാസ് നമ്മൾ എടുത്തിരുന്നു. നമ്മൾ 2-3 പ്രോഗ്രാം ചെയ്തിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ സാറിന്റെ പാറ്റേണിലങ്ങ് പോയി. ഇതിപ്പം സുജിത്ത് പരിചയപ്പെട്ട, സുജിത്ത് പ്രൊമോട്ട് ചെയ്ത്, സുജിത്ത് കോഴിക്കോടാണ്. ആണോ? ഓ, സുജിത്തിന്റെ സുജിത്ത് ഈ ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ സുജിത്ത് പറഞ്ഞു. ഞാൻ ഈ സാറിനെ പരിചയപ്പെടുന്നത് ഒരു വയനാട് ഒരു സ്കൂളിൽ വെച്ചിട്ടാണ്. അവിടെ ഒരു എക്സാം നടക്കുന്ന സമയത്താണ്. അപ്പൊ കുട്ടികൾ കണക്ക് ചെയ്യുന്ന വേഗത കണ്ടപ്പോഴാണ് അത്ഭുതപ്പെട്ടത്. അതുപോലെ തന്നെ ഓൾ കേരള കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട് ഈ ശനി ഞായറും കോഴിക്കോട് വെച്ചിട്ട്. അവിടെ ഈ കുട്ടികൾ ചെയ്യുന്ന, ഞാൻ പിന്നെ കുട്ടികളുടെ ക്ലാസ്സിൽ കയറിയായിരുന്നു. നമ്മൾ ഇപ്പം ചെയ്യുന്ന പോലെയല്ല, ആൻസർ വളരെ ഫാസ്റ്റ് ആയിട്ടാണ് വരുന്നത്. പിന്നെ മിക്ക സ്കൂളുകൾ ഇത് പ്രൊമോട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ കുട്ടികൾ ശരിക്കും അവരുടെ ബ്രെയിന് വർക്ക് ചെയ്തിട്ട് ഇതിൽ മാത്രമല്ല എല്ലാ മേഖലയിലും ആ കുട്ടികൾ പ്രത്യേകത കൂടുതലാണ് അവർക്ക്. സക്സസ് എന്ന് പറഞ്ഞ ഒരു പാർട്ട് അതിനകത്ത് കിട്ടുക, ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു കുട്ടിക്ക് ഒരു എക്സൈറ്റ്മെന്റ് വരുവാണ്. കണക്ക് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് സെക്കൻഡ് വെച്ച് എന്റെ മകനും ഇതില് ജോയിൻ ചെയ്തായിരുന്നു. അവൻ കണക്ക് കൂട്ടിയിട്ട് ഇപ്പം ഇന്നലത്തെ ക്ലാസ്സിൽ ഇരുന്നപ്പോ എനിക്ക് വാട്സപ്പിൽ അവൻ ആൻസർ അയച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന കഴിവാണ് അവർക്കുള്ളത്. കാരണം അവർ മൊബൈൽ ഉപയോഗിച്ചൊക്കെ ഭയങ്കര ഫാസ്റ്റ് ആണ് അവരുടെ ബ്രെയിന്. പിന്നെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കുന്നുണ്ട്. ഈ കണക്ക് പരീക്ഷയിൽ സമയം മതിയാവുന്നില്ല എന്നുള്ള ഒരു പ്രശ്നം ഉണ്ടാവാറുണ്ട് സാറേ. അതാണ് ഇത് ഗെയിം കളിക്കുന്ന പോലെയാണ്. ഒരു സാധാരണ ഗെയിമൊക്കെ കളിക്കുന്ന സമയത്ത് അവർക്കതൊരു പ്രശ്നമല്ല. പക്ഷെ കണക്ക് കൂട്ടാൻ വേണ്ടി ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് ഭയങ്കര പ്രശ്നമാണ്. ഇതൊരു ഗെയിം പോലെയാ പോകുന്നത്. ഒരു മത്സരം ഭയങ്കര. സ്റ്റോപ്പ് വാച്ച് ഉണ്ട്. ആ വാച്ച് ഉപയോഗിച്ചിട്ട് പിള്ളേരെ കൊണ്ട് മത്സരിപ്പിക്കുക ചെയ്യുന്നത്. അപ്പൊ ഇവരെല്ലാവരും കുട്ടികളുടെ ബാച്ച് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനതിൽ കയറാറുണ്ട്. ഇതൊരു അനുഗ്രഹമായി മാറിയല്ല, അതുകൊണ്ട് കുട്ടികൾക്ക് കണക്കിന് സമയം മതിയാവാത്ത പ്രശ്നം ഉണ്ടാവില്ല. സമയവും പിന്നെ നമുക്ക് പലപ്പോഴും വിദേശ ചാനലുകളിലൊക്കെ കാണാറുണ്ട് ഈ കുട്ടികൾ പെട്ടെന്ന് എത്ര ഡിജിറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് വെച്ച് കണക്കൂട്ടി പറയുന്നത്. യൂട്യൂബൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാം, പെട്ടെന്ന് വേദിക് മാത്തമാറ്റിക്സ് പറഞ്ഞ ആഡ് വരുന്നതാണ്. ഇങ്ങനെ എനിവേ നമുക്കൊരു ശ്രമം നമുക്ക് നടത്താം. നമ്മളിലൂടെ കുറച്ച് തലമുറകൾ. വേറൊരു കാര്യമുണ്ട് സാറേ, ഏറ്റവും ചെറിയ കുട്ടികൾ ഏറ്റവും നന്നായിട്ട് ചെയ്യുന്നത് ഈ 4ാം ക്ലാസ് മുതലൊക്കെ വരുന്ന കുട്ടികൾ. പ്രായം കൂടുന്തോറും ഇതിന്റെ പവർ കുറഞ്ഞു വരുന്നുണ്ട്. പ്രായം കൂടുമ്പോ എന്നാ സാറേ എന്നെ പറ്റുന്ന വെച്ചാല്, ആദ്യം പറഞ്ഞില്ലെങ്കിൽ നാണക്കേടാണെന്ന് തോന്നുന്ന ഒരു അവസ്ഥ വരുന്നത് എപ്പോഴാണ്? ഒരു കുട്ടികൾ ഒരു 5, 6, 7 വയസ്സായി തുടങ്ങിയപ്പോഴത്തേക്ക് ആദ്യം പറഞ്ഞില്ല, ഇനി ഞാൻ പറയത്തില്ല. അതേസമയം കൊച്ചു കുട്ടികൾക്ക് ഒരു നാണവും ഇല്ല, ഏത് സമയം പറയുന്നില്ല. അവൻ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ വിളിച്ചങ്ങ് പറയും. അപ്പൊ ഓട്ടോമാറ്റിക്കായിട്ട് അവർക്കത് ഓപ്പൺ ആണ്. പ്രായം കൂടുന്നതനുസരിച്ച് നമ്മളാണേലും എന്ത് പറ്റും, നമ്മുടെ ഈഗോ അവിടെ താത്തി നാണക്കേട്, മാനക്കേട്, ഇങ്ങനെയുള്ള പോയിന്റ്സുകളൊക്കെ വന്ന് അത് ആത്മഹത്യയിലേക്ക് വരെ പോകുന്ന ഒരു സാഹചര്യമുണ്ട്. കൊച്ചുകുട്ടികൾക്ക് അങ്ങനത്തെ യാതൊരു ഇതുമില്ല. അവര് എല്ലാം ഓപ്പൺ ആണ്. അവർക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ അവർ പറയും. അപ്പൊ ആ ഏജിൽ
അതാണ് ഈ 6 വയസ്സിന് മുമ്പുള്ള, അല്ലെങ്കിൽ 6ാം ക്ലാസ്സിനൊക്കെ മുമ്പുള്ള 5ാം ക്ലാസ് ഒക്കെ വരുന്ന ആ സമയത്താകുമ്പോൾ ഒരു സീലിംഗ് ഇല്ലാതെ അവരതിന്റെ അകത്ത് ശരിക്കും ഒരു സാറേ, ഗെയിമാണ്. അതാണ് ഗെയിം എന്ന് പറഞ്ഞു. ഞാൻ Yes. വയനാട്ടിൽ നിന്ന് എടുത്തൊരു വീഡിയോ ഉണ്ട്. വയനാട്ടിൽ നിന്ന് കുട്ടികൾ കണക്ട് ചെയ്യുന്ന ഒരു വീഡിയോ. അവര് കൈ ഉപയോഗിച്ചിട്ട്, അത് അബാക്കസ് ഉപയോഗിച്ചിട്ട് ചെയ്യുന്നതാണ്. അത് ഞാൻ ഗ്രൂപ്പിലിടാം. ഓക്കെ. നല്ല രസമാണ് അത് കാണാൻ. ശരിക്കും ഇവരെയൊക്കെ ചേർത്തുകൊണ്ട് ഒരു അക്കാഡമി തുടങ്ങാമെന്നല്ലേ സാർ ശരിക്കും പറഞ്ഞാൽ? ഇതിന്റെ എഫേർട്ട് നമ്മൾ ഇങ്ങനത്തെ ഒരു ഗ്രൂപ്പ് ആക്കി എടുത്തു കഴിഞ്ഞാൽ ശരിയാകും. കാരണം എല്ലാ സ്കൂളുകളിലും ചെല്ലണം, കുറെ കുട്ടികളെ കിട്ടണം. ഇപ്പൊ ഈ വെക്കേഷൻ സമയമല്ലേ, ഈ സമയത്തൊക്കെ. പക്ഷെ ഇതിനൊക്കെ ഒരു ലിമിറ്റേഷൻ ഉണ്ട് സാർ. ഇതൊക്കെ സാർ ലോബികൾ, ഒരു ക്ലാസ് സാറ് പറഞ്ഞ ലോബികൾ വല്ലാതെ തന്നെ നശിപ്പിക്കും. ലോബി അല്ല, നമ്മളിപ്പം ഇപ്പൊ ഇതിന്റെ അകത്ത് തന്നെ 19 പേരുണ്ട്. 19 പേര് പ്രോപ്പറായിട്ട് ഇതിനെ നമ്മൾ എത്ര കൊടുക്കാവുന്നിടത്ത് കൊടുത്താലും ഇതെന്തിനാണെന്ന് ചോദിക്കുന്ന ഒരു പാറ്റേൺ ഉണ്ട്. അതാണ് അതിന്റെ അവിടെ ഒരു റെസിസ്റ്റൻസ് എപ്പോഴും ഉണ്ടാകും. അപ്പൊ ആ റെസിസ്റ്റൻസിനെ ഓവർകം ചെയ്യാൻ പറ്റണം. അതൊരു ചലഞ്ചാണ്. ആ ചലഞ്ചാണ് നമ്മൾ എടുക്കാൻ ശ്രമിക്കുന്നത്. ഷാനിദിനൊക്കെ പറ്റാ എന്തെങ്കിലും പറയുന്നോ? വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാണെങ്കിൽ പറയാം. മെന്റൽ മാത്തമാറ്റിക്സ്, വേദിക് മാത്തമാറ്റിക്സ്, മാത്സ് വളരെ ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോർമുലയായിരുന്നു. പക്ഷെ വീഡിയോ കണ്ടിരുന്നോ? ഇപ്പൊ ജോയിൻ ചെയ്തോളൂ അല്ലെ? അതെ സാർ. ഓക്കെ, ഒന്ന് വീഡിയോ കണ്ടോ? ഞാന് മറ്റേ തുടക്കം കേട്ടായിരുന്നു. അതായത് 116 അല്ല 108 സ്ക്വയർ ഒക്കെ കണ്ടുപിടിക്കുന്നതും അതിന്റെ സ്റ്റാർട്ടിംഗ് ഉണ്ടായിരുന്നു. ചോദിച്ച ഭാഗം ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ കണ്ടായിരുന്നു സാർ. യെസ്, നമ്മളൊരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്ന അടുത്ത മാസം. നമുക്ക് കുറച്ച് പേരെയൊക്കെ നമുക്ക് അട്രാക്ട് ചെയ്യാം, കുറച്ച് കുട്ടികളെയൊക്കെ. ഇന്ന് എന്റെ 2 കുട്ടികൾ കയറി കേട്ടോ സാർ. വെരി ഗുഡ്. ഞാൻ വിട്ടുകൊടുത്തിരുന്നു ലിങ്ക്. മാത്സ് അല്ലേ? കട്ടായി പോകുന്നല്ലോ, കേൾക്കുന്നില്ലല്ലോ. എന്റെ കുഴപ്പമാണോ? അല്ല, അവിടെ അദ്ദേഹത്തിന്റെ കുഴപ്പമാണ്, ഷാനിദിന്റെ കുഴപ്പമാണ്. അപ്പൊ എങ്കിൽ പിന്നെ സർ കാണാം. ഓക്കെ, അപ്പോൾ സി യു. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം, മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാം. നമുക്ക് അങ്ങനെ ഒരു പുതിയ ഒരു രീതി നമുക്കൊന്ന് പഠിക്കാം. നാളെ നമുക്ക് കഥയിലും ഉണ്ടൊരു കാര്യം. ഡോക്ടർ സാറിന്റെ പേരെന്താണ്? നമ്മൾ മനോഹരമായ കഥ പറഞ്ഞ സാറിന്റെ പേര് കായംകുളംകാരൻ, മറന്നുപോയല്ലോ പേര്. ശിവരാജ് സാർ, ഡോക്ടർ ശിവരാജിന്റെ കഥയാണ് നമ്മൾ കേൾക്കുന്നത് നാളെ. എല്ലാ ദിവസവും ഉണ്ടോ? എല്ലാ ദിവസവും ഈ പ്രോഗ്രാം ഉണ്ട്. തിങ്കളാഴ്ച ദിവസം സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ചൊവ്വാഴ്ച കഥയിലും ഉണ്ടൊരു കാര്യം, സ്റ്റോറി തെറാപ്പി. ബുധനാഴ്ച മൈൻഡ്ഫുൾനെസിന്റെ മെഡിറ്റേഷൻ. വ്യാഴാഴ്ച ഹോളിസ്റ്റിക് ഹെൽത്ത്, സമഗ്ര ആരോഗ്യം. വെള്ളി ബിസിനസ് റിലേറ്റഡ് ആണ്. ഈ ശനിയാഴ്ച നമ്മൾ ചെയ്യുന്നത് തിരുവള്ളുവർ അല്ലെ സാർ? തിരുക്കുറൾ, അതിന്റെ ഭാഷ്യമാണ്. ഈ ശനിയാഴ്ച മുതൽ നമ്മൾ കുറച്ച് കണ്ടിന്യൂസ് ആയിട്ട് തിരുക്കുറൾ അല്ലെ? അത് പുസ്തകമാണ്, തിരുവുള്ളവർ. അതെ, തിരുവള്ളുവരുടെ പുസ്തകം, അതിന്റെ ഒരു വിവർത്തനം, അതിനെ കുറിച്ചുള്ള കുറച്ച് പഠനമാണ് എല്ലാ ശനിയാഴ്ചകളും. സൺഡേ നമ്മൾ മ്യൂസിക് തെറാപ്പിയാണ്. എല്ലാവർക്കും പാട്ട് പാടാം, പാട്ട് കേൾക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അങ്ങനെ 7 ദിവസം നമുക്ക് പ്രോഗ്രാംസ് ഉണ്ട്. എല്ലാ ദിവസവും സെയിം ലിങ്ക് കേട്ടോ. ഈ സെയിം ലിങ്ക് ഉപയോഗിച്ച് ജോയിൻ ചെയ്യാം. രാവിലെ 5:30 മെഡിറ്റേഷനും. ഓക്കെ, അനുവദ ഒന്നും പറഞ്ഞില്ലല്ലോ സാർ. ഞാൻ വിചാരിക്കുമായിരുന്നു, ഞാൻ ബാങ്ക് എക്സാം എഴുതുന്നതിന് മുന്നേ ആ സമയത്ത് തന്നെ സാറിനെ കാണണമായിരുന്നു. ഇല്ല, നമ്മൾ ഒരു വർഷം മുമ്പേ ഈ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഓരോ പാറ്റേൺ ഇപ്പം സുജിത്ത് പറഞ്ഞിട്ടാണ് ഇദ്ദേഹം ഈ വന്നത്. അപ്പൊ നമ്മളിങ്ങനെ പ്രൊമോട്ട് ചെയ്യാറുണ്ട്, പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ നമുക്ക് പാടാണ്. അപ്പൊ നമ്മളിങ്ങനെ ചെയ്തു വരും. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ഇതൊരു എഡ്യൂക്കേഷണൽ തലത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതൊരു നല്ല ട്രെയിനിങ് പ്രോഗ്രാം ആണ്. കാരണം ഇത് എപ്പോഴും എൻറിച്ച്ഡ് ആണ്, എപ്പോഴും ഉപയോഗിക്കാം, ആർക്കും പറഞ്ഞു കൊടുക്കാം. ഇപ്പൊ ഈ കോഴ്സിൽ എത്ര പേരുണ്ട് സർ?
ഇപ്പൊ ഈ കോഴ്സ് എനിക്ക് തോന്നുന്നു ഇപ്പൊ നമ്മുടെ ഗ്രൂപ്പിൽ ഏതാണ്ട് 22 പേര് ജോയിൻ ചെയ്തിട്ടുണ്ട് ഇപ്പം. പക്ഷേ ഒരു 15 പേരുടെ ബാച്ച് ആണ് സാർ പ്രിഫർ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു. ഒത്തിരി ആളുകൾ ഞാൻ അറ്റൻഷൻ കിട്ടത്തില്ല. എല്ലാവരും ഇൻഡിവിജ്വൽ ആയിട്ട് അറ്റൻഷൻ. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം. ഞാൻ പെട്ടെന്ന് ഒലവക്കോടിലെ ധോണി ലീഡ് കോളേജ് അറിയോ സാറിന്? ലീഡ് കോളേജ് പഠിപ്പിക്കുന്ന കോളേജ് അറിയാം. അവിടുത്തെ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിനെ കോൺടാക്ട് ചെയ്തപ്പോ ഇതേപോലെ മാത്സുമായി ബന്ധപ്പെട്ട് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികളുണ്ട്. ഓക്കെ, നമുക്ക് അറേഞ്ച് ചെയ്യാം. ഒന്ന് പിടിച്ചോളൂ. അവിടുത്തെ പ്രിൻസിപ്പളെ എനിക്ക് അറിയാം. ഷാനിദ 2-3 കോൺടാക്ട് നമ്പർ തന്നാൽ മതി, ഞാൻ കോൺടാക്ട് ചെയ്തു കേട്ടോ. ഓക്കെ സർ. ഓക്കെ, അനുവിത എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല, ഞാൻ പറയായിരുന്നു, താങ്ക് യു പറയായിരുന്നു സാറിന്റെ അടുത്ത്. ഇങ്ങനെ ഒരു സെഷൻ സാർ അറേഞ്ച് ചെയ്തതിന്. നമ്മൾ കുറച്ചുകൂടെ മുന്നേ മീറ്റ് ചെയ്തിരുന്നെങ്കിൽ നമ്മളെ ആ ഒരു പരീക്ഷയിൽ കുറച്ചും കൂടെ എളുപ്പമാകുമായിരുന്നു ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ ന്യൂ ഇയർ 2024 ന്യൂ ഇയർ പ്രോഗ്രാം ഒന്ന് ശ്രദ്ധിച്ചോളൂ. സിഗ്നേച്ചറിനെ ബേസ് ചെയ്ത് നമ്മുടെ ക്യാരക്ടറിനെ മാറ്റുന്ന ഒരു ക്ലാസ് ആയിരുന്നു. അതുപോലെ എല്ലാം ഡിഫറെന്റ് ആയിട്ടുള്ള ക്ലാസ്സുകളുണ്ട്. ന്യൂ ഇയർ പ്രോഗ്രാം ഫസ്റ്റ് ഡേ 2024 ജാനുവരി 1 ഒന്ന് പുറകോട്ട് ഒന്ന് നോക്കിക്കോളൂ നമ്മുടെ ഗ്രൂപ്പിൽ. അപ്പൊ താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്. സീ യു. റോയ് സാർ വല്ലതും പറഞ്ഞായിരുന്നോ? പറയാനുണ്ടോ? സാർ ഒന്നും പറഞ്ഞില്ല. അൺമ്യൂട്ട് ചെയ്യ്. ഇല്ല, ഒന്നുമില്ല സാർ. വേദിക് മാത്സ് നേരത്തെ ഒന്ന് എടുത്തപ്പോൾ എനിക്ക് അതിൽ വലിയ ഇൻട്രസ്റ്റ് വന്നില്ല. നേരത്തെ ഒരാളെടുത്തു, പക്ഷേ സാർ എടുത്തപ്പോൾ വളരെ ക്ലിയർ ആയിട്ട് തോന്നി. ആദ്യത്തെ ദിവസം ഞാൻ അഡ്വർടൈസിലേക്ക് ഞാൻ ഇതാ നോക്കിയത്, സാറിന്റെ യൂട്യൂബിലുള്ളതാണ് നോക്കിയത്. അപ്പൊ ശരിക്കും എനിക്ക് ഫോളോ ചെയ്യാൻ പറ്റി. ഇന്നത്തെ കൂടെ ആയപ്പോഴത്തേക്ക് ഇത്രയും കാര്യങ്ങൾ വളരെ തറവായി. അപ്പൊ ഈ പ്രായത്തിലും ഇതിങ്ങനെയാണെങ്കിൽ ഇപ്പൊ കുട്ടികളായിരിക്കുമ്പോൾ ഇത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി പ്രയോജനങ്ങൾ വരും. അപ്പൊ നമ്മുടെ കൊച്ചു തലമുറകളെ നമുക്കൊന്ന് ഓർക്കാം. ഓക്കെ, താങ്ക് യു സർ. ബൈ. സീ യു ആൻഡ് ഗുഡ് നൈറ്റ്.